മലയും കുന്നും പുൽമേടുകളും തടാകവുമൊക്കെയുള്ള അതിമനോഹരമായ ഒരു ഗ്രാമപ്രദേശം. അവിടെ തടാകത്തിന്റെ തീരത്തായ ഒരു ചെറിയ വീട്. മുത്തശ്ശനും മുത്തശ്ശിയും 15 വയസ്സുകാരിയായ ആവണിയും. അവർ 3 പേരുമാണ് ആ കൊച്ചു വീട്ടിലെ അംഗങ്ങൾ. മുത്തശ്ശൻ ഒരു ക്ഷീര കർഷകനാണ്. മുത്തശ്ശി വീടിന് പുറകിലുള്ള ചെറിയ പുരയിടത്തിൽ അത്യാവശ്യം പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ട്. കൂടാതെ ആട്, കോഴി, താറാവ് ഒക്കെയുണ്ട്. അതിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് അവർ 2 പേരും ഒരു കുറവും അറിയിക്കാതെ അവരുടെ കൊച്ചുമകളെ വളർത്തുന്നത്. 10 വയസ്സുവരെ പട്ടണത്തിൽ അച്ഛനമ്മമാർക്കൊപ്പം ജീവിച്ചവളാണ് ആവണി. പട്ടണത്തിലെ ഒരു ഫാക്ടറിയിലായിരുന്നു അവളുടെ അച്ഛനും അമ്മയും ജോലി ചെയ്തിരുന്നത്. തുടക്കത്തിൽ നല്ല രീതിയിൽ ജീവിതം നയിച്ച അവർ സ്വന്തമായൊരു വീട് സ്വപ്നം കണ്ടു. നല്ലൊരു വീട് നിർമ്മിക്കാൻ തുനിഞ്ഞിറങ്ങി വീട് നിർമ്മിച്ചു. കൂടെ താങ്ങാനാവാത്ത കടബാധ്യതയും വന്നുകയറി. ഒരു ഘട്ടത്തിൽ കടബാധ്യത കാരണം സ്വപ്നം കണ്ടുവെച്ച വീട് നഷ്ടമാകാൻ പോകുന്നു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ആവണിയുടെ അച്ഛനും അമ്മയ്ക്കും കഴിഞ്ഞില്ല. സ്കൂളിൽ പോയ മകളെ ഒഴിവാക്കി ആവണിയെ നന്നായി വളർത്തണം, ഞങ്ങൾ പോകുകയാണ് എന്ന് അച്ഛൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു കത്തെഴുതി വെച്ച് അവർ ജീവിതം അവസാനിപ്പിച്ചു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് അനാഥയാകേണ്ടി വന്ന ആഘാതം ആവണിയെ മാനസികമായി തളർത്തി. കടം തീർക്കാൻ വീട് വിൽക്കേണ്ടി വന്നു. തനിച്ചായ ആവണിയെ മുത്തശ്ശനും മുത്തശ്ശിയും ഏറ്റെടുത്തു. അവളെ ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. തുടക്കത്തിൽ അവൾ ഒരുപാട് കരയുമായിരുന്നു. പല രാത്രിയിലും അച്ഛനമ്മമാരെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് ഭക്ഷണം പോലും കഴിക്കാതെ ഒരേ കരച്ചിൽ തന്നെ. പതിയെ പതിയെ ആ ഗ്രാമത്തിൻ്റെ ഭംഗിയും ചുറ്റുപാടും സ്നേഹസമ്പന്നരായ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും പരിചരണവും അവളെ പഴയ പോലെ നല്ല ചുറുചുറുക്കുള്ള ഒരു കൊച്ചു പെൺകുട്ടിയാക്കി മാറ്റി. അവൾ ആ വീടും നാടും ചുറ്റുപാടുമായി പൊരുത്തപ്പെട്ടു. ഗ്രാമത്തിലെ സ്കൂളിൽ പഠനം തുടർന്നു. അവൾക്ക് കൂട്ടായി അവിടെ ഒരു നല്ല കൂട്ടുകാരനെയും കിട്ടി. പേര് ചന്തു. ആവണിയുടെ വീട്ടിൽ നിന്ന് കുറച്ചു ദൂരം മാത്രമേ ഉള്ളൂ ചന്തുവിൻ്റെ വീട്ടിലേക്ക്. അതുകൊണ്ട് തന്നെ ദിവസത്തിൽ ഭൂരിഭാഗം സമയവും അവർ ഒരുമിച്ചാണ്, കളിയും പഠനവും ഒക്കെ. ചന്തുവിന് സ്വന്തമായൊരു സൈക്കിളുണ്ട്. അതുമായി വന്ന് ആവണിയെ സൈക്കിളിന് പിറകിലിരുത്തിയാണ് അവൻ എന്നും അവളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത്. 2 പേരും പഠിക്കാനും മിടുക്കരാണ്. അവർ 2 പേരും ഇപ്പോൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം രാവിലെ ചന്തു സ്കൂളിൽ പോകാൻ റെഡിയായി അമ്മയോട് യാത്ര പറഞ്ഞ് സൈക്കിളുമായി വീട്ടിൽ നിന്നിറങ്ങി. ആവണിയുടെ വീടിന് മുന്നിലെത്തി അവൻ നിർത്താതെ ബെല്ലടിക്കാൻ തുടങ്ങി. നീ ആ ബെല്ലടിച്ച് പൊട്ടിക്കാതെ, ഞാൻ വരുവാ. ബാഗുമെടുത്ത് പുറത്തേക്കിറങ്ങിയ ആവണി അവൻ്റെ ബെല്ല് ശബ്ദം കേട്ട് ദേഷ്യപ്പെട്ട് പറഞ്ഞു. ഓ, എന്തുപറ്റി മാഡം, ഇന്ന് രാവിലെ കട്ടക്കലിപ്പിലാണല്ലോ? ചന്തു കളിയാക്കി ചോദിച്ചു. ദേ ചന്തു, എനിക്ക് രാവിലെ മുതലേ വയറിന് അസ്വസ്ഥത കാരണം ദേഷ്യം വന്നിരിക്കുക. അതിൻ്റെ കൂടെ കളിയാക്കാൻ വന്നാലുണ്ടല്ലോ, നിന്റെ 2 ഉണ്ട കണ്ണും ഞാൻ കുത്തിപ്പൊട്ടിക്കും. അയ്യേ, നിനക്ക് വയറുവേദനയാണോ? എന്നാലേ എൻ്റെ സൈക്കിളിൽ കയറണ്ട. ചിലപ്പോൾ നീ എൻ്റെ സൈക്കിളിൽ നാറ്റിച്ചാലോ എന്ന് പറഞ്ഞ് ചന്തു വീണ്ടും അവളെ കളിയാക്കി ചിരിച്ചു. ആവണി നടന്നു വന്ന് അവൻ്റെ മുതുകത്ത് കൈ ചുരുട്ടി ഒറ്റയിടി കൊടുത്തു. എന്നിട്ട് സൈക്കിളിൽ കയറിയിരുന്നു. എൻ്റെ അമ്മോ, വയ്യെങ്കിലും അവളുടെ ആരോഗ്യത്തിന് ഒരു കുറവുമില്ല. എൻ്റെ മുതുക് പൊട്ടി. ചന്തു കൈയെത്തി മുതുക് തടവിക്കൊണ്ട് പറഞ്ഞു. മോളെ, നിനക്ക് സുഖമില്ലെങ്കിൽ ഇന്ന് പോവണ്ട, മുത്തശ്ശി പുറത്തേക്കിറങ്ങി വന്ന് പറഞ്ഞു. അത് സാരമില്ല മുത്തശ്ശി, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ഇന്ന് ഇംഗ്ലീഷ് ടെക്സ്റ്റ് പേപ്പർ ഉണ്ട്. പോയില്ലെങ്കിൽ മനഃപൂർവ്വം വരാത്തതാണെന്ന് ടീച്ചർ വിചാരിക്കും, ആവണി പറഞ്ഞു. ഇവൾക്ക് ഒരു കുഴപ്പമില്ല മുത്തശ്ശി, കള്ളത്തരവാ. വയ്യാത്തൊരാൾക്ക് ഇത്രയും ശക്തിയിൽ മറ്റൊരാളെ ഇടിക്കാൻ പറ്റുമോ? കണ്ടോ, എൻ്റെ മുതുക് ഇവള് ഇടിച്ച് തകർത്തു. ചന്തു മുത്തശ്ശിയോട് പരിഭവം പറഞ്ഞു. ഓ, സമയം ഒത്തിരിയായി. നീ സൈക്കിൾ മുന്നോട്ട് ചവിട്ടടാ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഇനിയും കിട്ടും. ആവണി ഉച്ചത്തിൽ അത് പറഞ്ഞതും ചന്തു സൈക്കിൾ മുന്നോട്ട് ചവിട്ടാൻ തുടങ്ങി. ആവണി ഒരു ചെറു പുഞ്ചിരിയോടെ മുത്തശ്ശിയെ നോക്കി കൈവീശി യാത്ര പറഞ്ഞു. എടി ആവണി, ഈ ഇടയായിട്ട് നിനക്കെന്നെ ഒരു വിലയുമില്ല. തരം കിട്ടുമ്പോഴൊക്കെ നീ എന്നെ കളിയാക്കുന്നുണ്ട്. സൈക്കിൾ ചവിട്ടുന്നതിനിടയിൽ ചന്തു പരാതി പറഞ്ഞു. ഓഹോ, നിന്റെ പുതിയ കണ്ടുപിടുത്തമാണോ? ഇതിപ്പോ എവിടുന്ന് കിട്ടി? ആവണി ചോദിച്ചു. കണ്ടുപിടുത്തമൊന്നുമല്ല. കഴിഞ്ഞ ദിവസം ആ ദിവ്യയും കൂട്ടുകാരികളും ഞാൻ പറഞ്ഞ എന്തോ കാര്യത്തിനെക്കുറിച്ച് സംസാരിച്ച് എന്നെ കളിയാക്കി ചിരിച്ചപ്പോൾ നീ അവർക്കൊപ്പം കൂടിയിട്ട് അവരുടെ കൂടെ എന്നെ നോക്കി കളിയാക്കി ചിരിച്ചില്ലേ? പിന്നല്ലാതെ, നീ പറയുന്ന പൊട്ടത്തരം കേട്ട ആർക്കാ ചിരി വരാത്തത്? എനിക്ക് ചിരിക്കാൻ തോന്നി, ഞാൻ ചിരിച്ചു, ആവണി ഗൗരവത്തോടെ പറഞ്ഞു.
നീ എന്താടി ഇങ്ങനെ പറയുന്നത്? നീ എൻ്റെ കൂട്ടുകാരിയോ അതോ അവരുടെ കൂട്ടുകാരിയോ? ഞാനല്ലേ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അപ്പോൾ നീ എൻ്റെ കൂടെയല്ലേ നിൽക്കേണ്ടത്? ചന്തു പരിഭവിക്കാൻ തുടങ്ങി. എടാ മണ്ട, നീ എന്തിനാ ഈ ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങുന്നത്? അപ്പോൾ നിന്റെ മണ്ടത്തരത്തിന് ഞാൻ ചിരിച്ചു. ഇനി അവരാരെങ്കിലും മണ്ടത്തരം കാണിച്ചാലോ പറഞ്ഞാലോ അതും നോക്കി ഞാൻ ചിരിക്കും. ഇതൊക്കെ ഒരു തമാശയായിട്ട് കണ്ടാൽ പ്രശ്നം തീർന്നില്ലേ? നീ അതൊന്നും സീരിയസ് ആക്കാൻ നിൽക്കാതെ വിട്ടേക്ക്, ആവണി ഉപദേശിച്ചു. അവർ അങ്ങനെ പരസ്പരം സംസാരിച്ച് സൈക്കിൾ യാത്ര തുടർന്നു. പെട്ടെന്ന് ആവണിക്ക് വയറുവേദന കൂടി വരുന്നത് പോലെ തോന്നി. അവൾ ചന്തുവിനോട് സൈക്കിൾ നിർത്താൻ ആവശ്യപ്പെട്ടു. ആവണി സൈക്കിളിൽ നിന്നിറങ്ങി തോളിലുണ്ടായിരുന്ന ബാഗ് നിലത്തേക്ക് വെച്ചു. സഹിക്കാൻ വയ്യാത്ത വയറുവേദന അവൾ 2 കൈകൊണ്ടും വയറമർത്തിപ്പിടിച്ചു. ഇത് കണ്ട് ചന്തു സൈക്കിളിൽ നിന്നിറങ്ങി. എന്താ ആവണി, എന്തു പറ്റി? നിനക്കൊട്ടും വയ്യേ? തിരിച്ച് വീട്ടിൽ പോണോ? അവൻ പരിഭ്രമത്തോടെ ചോദിച്ചു. കൂടി വന്ന വയറുവേദന അവളെ ആകെ തളർത്തി. കാലുകൾ നിലത്ത് ചവിട്ടി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വിറയ്ക്കാൻ തുടങ്ങി. അപ്പോഴാണ് ചന്തു ഒരു കാര്യം ശ്രദ്ധിച്ചത്. ആവണിയുടെ പാവാടയിൽ രക്തം പുരണ്ടിരിക്കുന്നു. നിന്റെ പാവാടയിൽ എന്താ രക്തം? നിനക്ക് മുറിവ് വല്ലതും പറ്റിയോ? അവൻ ചോദിച്ചു. അപ്പോഴാണ് ആവണിയും അത് ശ്രദ്ധിക്കുന്നത്. അവൾ പരിഭ്രമിച്ച് നിലത്തേക്കിരുന്നു. വയറുവേദന സഹിക്കാൻ വയ്യാതെ കരയാൻ തുടങ്ങി. നീ ഇവിടെ ഇരിക്ക്, ഞാൻ പോയി നിന്റെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും കാര്യം പറയാം എന്ന് പറഞ്ഞ് ചന്തു സൈക്കിളുമായി തിരികെ പോയി. ചന്തു ആവണിയുടെ വീട്ടിലെത്തി മുത്തശ്ശിയോടും പറമ്പിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന മുത്തശ്ശനോടും കാര്യം പറഞ്ഞു. ആവണിക്ക് എന്തു പറ്റിയതാവും എന്നറിയാതെ ആകെ പരിഭ്രമിച്ച് കരഞ്ഞുകൊണ്ടാണ് അവൻ കാര്യം അവതരിപ്പിച്ചത്. വിവരമറിഞ്ഞപ്പോൾ മുത്തശ്ശിയും മുത്തശ്ശനും നല്ല പോലെ ഭയന്നു. അവർ വേഗം തന്നെ ആവണിയുടെ അടുത്തേക്ക് നടന്നു, സൈക്കിളുമായി ചന്തുവും. ആവണി വയറുവേദന സഹിക്കാൻ വയ്യാതെ നിലത്തിരുന്ന് കരയുന്നത് കണ്ട് തൊട്ടടുത്തെത്തിയ മുത്തശ്ശി ഓടി വന്ന് അവളെ താങ്ങി എഴുന്നേൽപ്പിച്ചു. അവളുടെ പാവാടയിൽ രക്തക്കറ കണ്ടപ്പോൾ മുത്തശ്ശിക്ക് കാര്യം മനസ്സിലായി. ആവണിയുടെ കരച്ചിൽ കണ്ട് ആകെ പരിഭ്രാന്തനായ മുത്തശ്ശി അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ബഹളം വെച്ചു. മുത്തശ്ശി അതിനെ തടഞ്ഞു. വേണ്ട, ആശുപത്രിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. മോളെ ഉടനെ വീട്ടിലെത്തിച്ചാൽ മതി. അവൾക്കൊരു കുഴപ്പവുമില്ല, പേടിക്കണ്ട. നീ എന്താടി ഈ പറയുന്നേ? കൊച്ചു വേദന കൊണ്ട് പുളയുന്നത് നീ കാണുന്നില്ലേ? എന്നിട്ട് ഒരു കുഴപ്പവും ഇല്ലെന്നോ? മുത്തശ്ശൻ ദേഷ്യപ്പെടാൻ തുടങ്ങി. ഈ വേദനയൊക്കെ അതിലുള്ളതാ മനുഷ്യ. നിങ്ങൾ കാര്യം അറിയാതെ ഇങ്ങനെ കിടന്ന് ചാടാതെ. എല്ലാം ഞാൻ വീട്ടിൽ ചെന്ന് വിശദമായിട്ട് പറയാം. ഇപ്പോൾ നിങ്ങൾ മോളെ താങ്ങിപ്പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എന്നെ ഒന്ന് സഹായിക്ക്, മുത്തശ്ശി പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ മുത്തശ്ശി പറയുന്നത് കേട്ട് മുത്തശ്ശൻ ആവണിയെ വീട്ടിലേക്ക് നടക്കാൻ വേണ്ടി സഹായിച്ചു. മുത്തശ്ശി നിലത്തു കിടന്ന ആവണിയുടെ ബാഗ് എടുത്ത് തോളിൽ വെച്ചു. ശേഷം വിഷമിച്ചു നിൽക്കുന്ന ചന്തുവിനെ നോക്കി. മോൻ വിഷമിക്കണ്ട, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇന്നെന്തോ പരീക്ഷയുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് മുടക്കണ്ട, നീ പൊയ്ക്കോ. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ആവണി സ്കൂളിൽ വരില്ല എന്ന് നിങ്ങളുടെ ക്ലാസ് ടീച്ചറിനോടൊന്ന് പറഞ്ഞേക്കണേ. വൈകിട്ട് ഞാൻ ഒന്നുകൂടി വിളിച്ച് പറഞ്ഞോളാം എന്ന് ചന്തുവിനെ പറഞ്ഞേൽപ്പിച്ച് മുത്തശ്ശി വീട്ടിലേക്ക് നടന്നു. ആവണി വയ്യാതെ തിരികെ പോയതുകൊണ്ട് ചന്തുവിന് സ്കൂളിലേക്ക് പോകാൻ മനസ്സ് തീരെയില്ലായിരുന്നു. എന്നാലും അവൻ സ്കൂളിലേക്ക് പോയി. സ്കൂളിലെത്തി ആവണിയുടെ കാര്യം ടീച്ചറെ അറിയിച്ച ശേഷം അവൻ ക്ലാസ്സിലേക്ക് പോയിരുന്നു. അവന് നല്ല വിഷമമുണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്ന ചിന്തയിലായിരുന്നു അവൻ. മറുവശത്ത് വീട്ടിലെത്തിച്ചേർന്ന ശേഷം മുത്തശ്ശി ആവണിക്ക് എന്താണ് സംഭവിച്ചതെന്ന് മുത്തശ്ശനോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ മുത്തശ്ശന് വളരെ സന്തോഷമായി. അവൾക്കു വേണ്ടി പലഹാരങ്ങൾ മേടിക്കാൻ റെഡിയായി കടയിലേക്ക് പോയി. അപ്പോഴേക്കും മുത്തശ്ശി കറപറ്റിയ ഡ്രസ്സൊക്കെ മാറ്റി ആവണിയെ കുളിപ്പിച്ച് റെഡിയാക്കി റൂമിൽ കൊണ്ടുപോയി ഇരുത്തി. ആവണിക്ക് അപ്പോഴും വയറുവേദന സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മുത്തശ്ശി അവൾക്ക് ഇഞ്ചിയിട്ട് തിളപ്പിച്ച വെള്ളം നൽകി. അത് കുടിച്ച് കുറച്ചു നേരം കിടന്നപ്പോൾ വയറുവേദനയ്ക്ക് കുറച്ച് ശമനമുണ്ടായതുപോലെ ആവണിക്ക് തോന്നി. അവള് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. അപ്പോൾ മുത്തശ്ശി റൂമിലേക്ക് കയറി വന്നു. എങ്ങനെയുണ്ട് മോളെ ഇപ്പോൾ? വയറുവേദന കുറഞ്ഞോ? മുത്തശ്ശി ചോദിച്ചു. അവൾക്ക് അപ്പോഴും ഉള്ളിലെ ഭയം മാറിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മറുപടിയൊന്നും പറയാതെ അവൾ കരയാൻ തുടങ്ങി. മുത്തശ്ശി അവളുടെ അടുത്തേക്ക് വന്നിരുന്ന് തലയിൽ മെല്ലെ തലോടിക്കൊണ്ട് സമാധാനിപ്പിച്ചു. അയ്യേ, മോൾ എന്തിനാ കരയുന്നത്? ഇത് അത്ര പേടിക്കാനുള്ള സംഭവമൊന്നുമല്ല. എല്ലാ പെൺകുട്ടികൾക്കും ഒരു പ്രായം കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും.
മുത്തശ്ശി, എനിക്ക് എന്തെങ്കിലും അസുഖമാണോ? ഞാൻ ചത്തുപോകുമോ? ആവണി ഭയത്തോടെ ചോദിച്ചു. അയ്യേ, അങ്ങനെയൊന്നുമില്ല. മുത്തശ്ശി പറഞ്ഞല്ലേ, ഇത് സാധാരണ ഒരു കാര്യമാണ്. എല്ലാ പെൺകുട്ടികൾക്കും വരാറുണ്ട്. നീ ഒരു വലിയ പെൺകുട്ടിയായതിൻ്റെ അടയാളമാണിത്. ഇനി തൊട്ട് എല്ലാ മാസങ്ങളിലും ഇങ്ങനെ ഉണ്ടാവും. ആ സമയത്ത് കുളിച്ച് വൃത്തിയായി നമ്മൾ ശരീരം സൂക്ഷിക്കണം. മുത്തശ്ശി ഓരോ കാര്യങ്ങളും ആവണിക്ക് വിശദീകരിച്ചു കൊടുത്തു. അയ്യോ, ഇത് ഇനിയും വരുമോ? എനിക്ക് വേണ്ട. ഈ വയറുവേദന എനിക്ക് സഹിക്കാൻ പറ്റില്ല. ആവണി വീണ്ടും കരയാൻ തുടങ്ങി. നീ ഇങ്ങനെ വിഷമിക്കാതെ. തുടക്കത്തിലുള്ള പേടിയും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളൂ. പിന്നെ അത് ശീലമായി പോകും. ഞാൻ പറഞ്ഞില്ലേ, ഇത് നിനക്ക് മാത്രമല്ല, എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാവും. അതൊക്കെ പോട്ടെ. മുത്തശ്ശൻ നിനക്ക് പലഹാരം വാങ്ങാൻ കടയിൽ പോയിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസത്തേക്ക് നിനക്ക് പലതരത്തിലുള്ള പലഹാരവും ഡ്രസ്സും ഒക്കെ കിട്ടും. അപ്പോൾ ഈ വേദനയും ബുദ്ധിമുട്ടും ഒക്കെ നീ മറക്കും. മുത്തശ്ശി അവളെ സമാധാനിപ്പിച്ചു. അപ്പോഴേക്കും മുത്തശ്ശൻ പലഹാരവുമായി വന്നു. വിവരമറിഞ്ഞ് ഓരോരുത്തരായി ആവണിയെ കാണാൻ പലഹാരവും ഡ്രസ്സും ഒക്കെയായി എത്തിച്ചേരാൻ തുടങ്ങി. വൈകുന്നേരം സ്കൂൾ വിട്ട് ചന്തുവും നേരെ വന്നത് ആവണിയെ കാണാനാണ്. അവൻ സൈക്കിൾ മുറ്റത്ത് വെച്ച് ആവണിയുടെ വീട്ടിലേക്ക് കയറാൻ തുടങ്ങിയതും അവൻ്റെ അമ്മ ആ വീടിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് വന്നു. അത് ശരി, സ്കൂൾ വിട്ട് വന്നിട്ട് വീട്ടിൽ പോകാതെ നീ ഇവിടെ എന്താ ചെയ്യുന്നത്? വീട്ടിൽ പോടാ. അമ്മ ചന്തുവിനെ ശകാരിച്ചു. ചന്തു തിരികെ നടന്ന് സൈക്കിളും എടുത്ത് വീട്ടിലേക്ക് മടങ്ങി. ആവണിയെ കാണാൻ പറ്റാത്തത് അവനെ വല്ലാതെ വിഷമിപ്പിച്ചു. പിറ്റേ ദിവസം ഒരു ശനിയാഴ്ച ദിവസമായിരുന്നു. സ്കൂൾ അവധിയായതുകൊണ്ട് ഇന്ന് ആവണിയെ കാണാനും അവൾക്കൊപ്പം കളിക്കാനും പറ്റുമെന്ന സന്തോഷത്തിലായിരുന്നു ചന്തു. പക്ഷേ അവൾക്കൊപ്പം കളിക്കുന്നത് പോയിട്ട് ഒന്ന് കാണാൻ കൂടി അവന് പറ്റിയില്ല. അവൻ ആകെ വിഷമിച്ച് അവൻ്റെ വീടിൻ്റെ ഉമ്മറപ്പടിയിലിരുന്നു. അവൻ്റെ അമ്മ അപ്പോൾ ആവണിയുടെ വീട്ടിൽ പോയിട്ട് തിരികെ വന്നു. ഒരു കവർ നിറയെ പലഹാരവുമായിട്ടാണ് വരവ്. വന്ന പാടെ അമ്മ ആ കവർ അവനു നേരെ നീട്ടി. ദാ പിടിച്ചോ, നിനക്ക് ഇഷ്ടമുള്ള എല്ലാ പലഹാരവുമുണ്ട്. നിനക്ക് തരാൻ ആവണി എടുത്തു വെച്ചിരുന്നതാ, അമ്മ പറഞ്ഞു. ചന്തു കവർ വാങ്ങാതെ ആകെ വിഷമത്തിൽ തല കുനിച്ചിരുന്നു. എന്താ എൻ്റെ ചന്തുക്കുട്ടന് പറ്റിയത്? മുഖം കടന്നൽ കുത്തിയ പോലെയുണ്ടല്ലോ. അമ്മ പതിയെ അവൻ്റെ അടുത്തിരുന്ന് അവൻ്റെ താടിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ആവണിക്ക് എന്താ അമ്മയെ പറ്റിയത്? അവൾ എന്താ സ്കൂളിൽ വരാത്തത്? എല്ലാ ശനിയാഴ്ചയും ഞങ്ങൾ ഒരുമിച്ച് കളിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നതല്ലേ. എന്നിട്ട് ഇന്ന് അവളെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ എനിക്ക്. ചന്തു നിരാശയോടെ ചോദിച്ചു. അതാണോ ഇപ്പോൾ പ്രശ്നം? നീ അത് വലിയ കാര്യമാക്കണ്ട. കുറച്ച് ദിവസത്തേക്ക് അവളുടെ കൂടെ കളിക്കാനും അവളെ കാണാനും പറ്റില്ല. അത് കഴിഞ്ഞ് അവൾ പഴയതുപോലെ കളിക്കാനും നിന്നെ കാണാനും ഒക്കെ വരും. അതുവരെ എൻ്റെ മോൻ ഒറ്റയ്ക്ക് കളിച്ചാൽ മതി. അമ്മ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് കുറച്ചുകൂടി കഴിയുമ്പോൾ മോന് മനസ്സിലാവും. ഇപ്പോൾ പോയി ബുക്ക് എടുത്ത് വെച്ച് പഠിക്ക്. അമ്മ ചന്തുവിനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആവണി സ്കൂളിൽ പോകാൻ റെഡിയായി. ഇന്ന് മുത്തശ്ശിയാണ് അവളെ സ്കൂളിൽ കൊണ്ടാക്കുന്നത്. ആവണി സ്കൂളിൽ വരുന്നുണ്ടെന്നറിഞ്ഞ് ചന്തു സൈക്കിളുമായി എത്തിയപ്പോഴേക്കും ആവണിയും മുത്തശ്ശിയും സ്കൂളിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. അവനെ കൂട്ടാതെ ആവണി മുൻപേ പോയത് ചന്തുവിന് വിഷമമായി. അവൻ തനിച്ച് സൈക്കിൾ ചവിട്ടി സ്കൂളിൽ എത്തിച്ചേർന്നു. ക്ലാസ്സിലെത്തി അവൻ്റെ സീറ്റിലിരുന്ന ശേഷം ആവണിയെ നോക്കി. അവൾ കൂട്ടുകാരികളോടൊപ്പം കളിച്ച് ചിരിച്ച് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ചന്തു ആവണിയെ നോക്കുന്നത് അവൻ്റെ ഉറ്റ സുഹൃത്തായ അഖിൽ കണ്ടു. എന്താടാ ചന്തു, ഇന്ന് നിങ്ങൾ ഒരുമിച്ചല്ലേ വന്നത്? അഖിൽ ചോദിച്ചു. അല്ല, അവൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് അവളുടെ മുത്തശ്ശിയെ അവളെ കൊണ്ടാക്കിയിട്ട് പോയി. അതിന് അവൾക്ക് അസുഖമൊന്നുമില്ലല്ലോ? അഖിൽ ചോദിച്ചു. അസുഖം ഇപ്പോൾ മാറിയതാ. അവൾക്ക് വയറുവേദനയായിരുന്നു, ചന്തു പറഞ്ഞു. എടാ മണ്ട, അവൾക്ക് അസുഖമൊന്നുമില്ല. അവൾ വലിയ പെൺകുട്ടിയായതാ. ഇത്രയും അടുത്ത കൂട്ടുകാരനായിട്ട് നീ അറിഞ്ഞില്ലേ അത്? ഇല്ല, എനിക്കറിയില്ല. ഹാ, അത് പറ. രാവിലെ ആവണി അവളുടെ കൂട്ടുകാരിയോട് പറയുന്നത് ഞാൻ കേട്ടതാ, അവൾ വലിയ പെൺകുട്ടിയായെന്ന്. അങ്ങനെ വലിയ പെൺകുട്ടിയാവുമ്പോൾ കുറേ പലഹാരങ്ങളും ഡ്രസ്സും ഒക്കെ കിട്ടും. എൻ്റെ ചേച്ചിക്ക് അങ്ങനെയായിരുന്നു. അതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി അറിയാം. ഇങ്ങനെ സംഭവിച്ചാൽ പെൺകുട്ടികൾക്ക് പല മാറ്റവും ഉണ്ടാവും. പഴയതുപോലെ ആൺകുട്ടികളോട് മിണ്ടില്ല, അടുത്തിരിക്കില്ല, അങ്ങനെയൊക്കെയുണ്ട്. ആൺകുട്ടികളുമായി പഴയതുപോലെ കളിക്കാനൊന്നും പോകരുതെന്ന് എൻ്റെ അമ്മ ചേച്ചിയോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്.
അഖിൽ അവൻ അറിയാവുന്ന കാര്യങ്ങൾ ചന്തുവിനോട് പറഞ്ഞു. അയ്യോ, അങ്ങനെയൊക്കെ ഉണ്ടോ? അപ്പോൾ ഇനി ആവണി എന്നോട് മിണ്ടില്ലേ? ചന്തു നിരാശയോടെ ചോദിച്ചു. അപ്പോഴേക്കും ക്ലാസ് തുടങ്ങാൻ ബെല്ലടിച്ചു. അവൻ്റെ മനസ്സ് നിറയെ ആവണി ഇനി അവനോട് മിണ്ടില്ലായിരിക്കും എന്ന ചിന്ത തന്നെയായിരുന്നു. ഒരുപാട് ദിവസത്തിന് ശേഷം ആവണി ക്ലാസ്സിലേക്ക് വന്നതുകൊണ്ട് കൂട്ടുകാരികൾ അവളെ പിടിച്ചിരുത്തി ഓരോ വിശേഷങ്ങൾ ചോദിച്ചു. അതുകൊണ്ട് ഇൻ്റർവെൽ സമയത്ത് അവൾക്ക് ചന്തുവിനോട് മിണ്ടാൻ കഴിഞ്ഞില്ല. ഇന്നത്തെ ദിവസം ഒരു വട്ടം പോലും ആവണി മിണ്ടാൻ വരാത്തതുകൊണ്ട് ഇനി ഒരിക്കലും ആവണി അവനോട് മിണ്ടില്ല എന്ന് അവൻ ഉറപ്പിച്ചു. ആ വിഷമത്തിൽ സ്കൂൾ കഴിഞ്ഞ് ആരോടും മിണ്ടാതെ അവൻ വീട്ടിലേക്ക് പോയി. സ്കൂൾ വിട്ട് ഒരുമിച്ച് പോകാനായി ആവണി അവനെ സ്കൂൾ പരിസരത്ത് ഒരുപാട് നോക്കിയെങ്കിലും കണ്ടെത്താൻ പറ്റിയില്ല. അവൾ ഒറ്റയ്ക്ക് നടന്ന് വീട്ടിലെത്തി. പിറ്റേ ദിവസം രാവിലെ ഇതുതന്നെ അവസ്ഥ. അവൻ ആവണിയെ കൂട്ടാതെ സൈക്കിളുമായി സ്കൂളിലേക്ക് പോയി. അവൻ്റെ സൈക്കിളിൻ്റെ ബെല്ലടി കേട്ട് ആവണി ബാഗുമായി ഓടി വന്നെങ്കിലും ചന്തു ചീറിപ്പാഞ്ഞു പോയിരുന്നു. ഇവൻ എന്തു പറ്റി? എന്നോട് വല്ല പിണക്കമുണ്ടോ? ഒരുപക്ഷെ ഇന്നലെ മിണ്ടാത്തതുകൊണ്ടാവും. ഇന്ന് അവൻ്റെ പിണക്കം മാറ്റണം എന്ന് മനസ്സിലുറപ്പിച്ച് ആവണി സ്കൂളിലേക്ക് പുറപ്പെട്ടു. ക്ലാസ്സിലെത്തിയ ശേഷം അവളുടെ കണ്ണുകൾ തിരഞ്ഞത് ചന്തുവിനെയാണ്. അവൻ്റെ ബാഗ് ബെഞ്ചിലിരിപ്പുണ്ട്. അവനെ ക്ലാസ്സിലെങ്ങും കാണുന്നില്ല. അവൾ ബാഗ് അവളുടെ സീറ്റിൽ കൊണ്ടുവച്ചിട്ട് അവനെ അന്വേഷിച്ച് പുറത്തേക്കിറങ്ങി. സ്കൂൾ ഗ്രൗണ്ടിലുള്ള ഒരു നെല്ലിമരത്തിൻ്റെ ചുവട്ടിൽ അവൻ ഇരിക്കുന്നത് അവൾ ദൂരെ നിന്ന് കണ്ടു. അവൾ അങ്ങോട്ടേക്ക് നടന്നു ചെന്ന് നെല്ലിമര ചുവട്ടിലിരുന്ന ചന്തുവിനെ നോക്കി. നീ എന്താ എന്നെ കൂട്ടാതെ പോയത്? ആവണി ചോദിച്ചു. നീ ഇനി എന്നോട് ഒരിക്കലും മിണ്ടില്ലല്ലോ. അങ്ങനെ മിണ്ടാനും ഒരുമിച്ചിരിക്കാനൊന്നും പാടില്ല എന്നല്ലേ? ചന്തു വിഷമത്തോടെ പറഞ്ഞു. അതെന്താ അങ്ങനെ? നിന്നോടിതൊക്കെ ആര് പറഞ്ഞു? ഇന്നലെ നിന്നോട് ഞാൻ മിണ്ടാത്തത് എൻ്റെ ഫ്രണ്ട്സ് ഓരോ വിശേഷങ്ങൾ ചോദിച്ച് എന്നെ പിടിച്ചിരുത്തിയിരുന്നത് കൊണ്ടാ. അല്ല, അഖിൽ പറഞ്ഞു നീ വലിയ പെൺകുട്ടിയായി, ഇനി അതുകൊണ്ട് നീ ആൺകുട്ടികളോടൊന്നും മിണ്ടില്ല എന്ന്. അവൻ്റെ അമ്മ അവൻ്റെ ചേച്ചിക്ക് അങ്ങനെ അത്രേ പറഞ്ഞു കൊടുത്തത്. അങ്ങനെയൊന്നും ഇല്ലടാ. എൻ്റെ മുത്തശ്ശിയും മുത്തശ്ശനും എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ഞാൻ നിന്നോട് മിണ്ടിയില്ലെങ്കിൽ പിന്നെ ആരോടാ മിണ്ടുന്നത്? ഒന്നിനും ഒരു മാറ്റവും ഇല്ല. നമ്മൾ ഇനിയും പഴയ പോലെ ആയിരിക്കും. നീ പഴയ പോലെ സൈക്കിളും കൊണ്ടുവന്ന് എന്നെയും കുട്ടി സ്കൂളിലേക്ക് വന്നാൽ മതി. അതേപോലെ തിരിച്ചും കൊണ്ടാക്കണം, ആവണി പറഞ്ഞു. അവൾ പറയുന്നത് കേട്ട് തൻ്റെ ഉറ്റ സുഹൃത്തിനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലായിരുന്നു ചന്തു. ആരാലും പിരിക്കാനാവാതെ അവരുടെ സൗഹൃദം നല്ല രീതിയിൽ വളർന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 പഠനവും ഒരുമിച്ച് തന്നെ. ദാ ഇപ്പോൾ ഒരേ കോളേജിലാണ് രണ്ടുപേരും. തീരെ ചെറിയ കുട്ടികളിൽ നിന്ന് കൗമാരക്കാരായെങ്കിലും അവരുടെ സൗഹൃദം പഴയതുപോലെ തന്നെ. മകൻ പഠിച്ച് ഒരു നല്ല കോളേജിൽ അഡ്മിഷൻ വാങ്ങിയതുകൊണ്ട് അവൻ്റെ അമ്മ ചന്തുവിന് ഒരു നല്ല ബൈക്ക് വാങ്ങി നൽകിയിരുന്നു. അന്നു മുതൽ ബൈക്കിലാണ് ചന്തു ആവണിയും കൂട്ടി കോളേജിലേക്ക് പോകുന്നത്. രണ്ടുപേരും കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആണ്. അവർക്ക് രണ്ടുപേർക്കും ക്ലാസ്സിൽ നിറയെ കൂട്ടുകാരുണ്ടായിരുന്നു. ചന്തുവിൻ്റെ ആവണിയുടെയും സൗഹൃദം എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. തുടക്കത്തിൽ അവർ കാമുകന്മാരാണെന്ന് തെറ്റിദ്ധരിച്ചവർ പിന്നീട് അവരുടെ സൗഹൃദം അടുത്തറിഞ്ഞ് മനസ്സിലാക്കി. അവർ തികച്ചും നല്ല സുഹൃത്തുക്കളാണെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറൊരു കോളേജിൽ നിന്ന് ട്രാൻസ്ഫർ വാങ്ങി മീന ചന്തുവും ആവണിയും പഠിക്കുന്ന ക്ലാസ്സിൽ തുടർ പഠനത്തിന് എത്തിയത്. മീന അവളൊരു വലിയ വീട്ടിലെ പെൺകുട്ടിയാണ്. അച്ഛനും അമ്മയും വിദേശത്താണ്. ആവശ്യത്തിലധികം ക്യാഷ് ഉള്ളതിൻ്റെ അഹങ്കാരവും എല്ലാവരും അവളുടെ മുമ്പിൽ താഴ്ന്നു നിൽക്കണം എന്നുള്ള അഹംഭാവവും അവൾക്കുണ്ടായിരുന്നു. എന്നാൽ കോളേജിൽ ജോയിൻ ചെയ്ത് കുറച്ച് ദിവസത്തിനകം തന്നെ വെറും സാധാരണക്കാരനായ ചന്തുവിൽ അവളുടെ കണ്ണുകൾ ഉടക്കി. ഇതുവരെ ആരോടും തോന്നാത്ത ഒരു പ്രത്യേകതരം ഫീലിങ്സ് ആയിരുന്നു അവൾക്ക് ചന്തുവിനോട്. ചന്തുവിനെ സ്വന്തമാക്കണമെന്ന് അവളുടെ മനസ്സ് വല്ലാതെ വാശി പിടിച്ചു. പ്രണയം തുറന്നു പറയാൻ ഒരവസരത്തിനായി അവൾ കാത്തിരുന്നു. പക്ഷേ ചന്തുവിന് പിന്നാലെ ഒരു വാല് പോലെ ആവണി ഉള്ളത് അവൾക്കൊരു തടസ്സമായി അനുഭവപ്പെട്ടു. സ്വാഭാവികമായും ആവണിയോട് മീനയ്ക്ക് ശത്രുത തോന്നി. താൻ സ്നേഹിക്കുന്ന പുരുഷൻ മറ്റൊരു സ്ത്രീയുമായി ഇടപഴകുന്നത് അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആവണിയെയും ചന്തുവിനെയും തമ്മിൽ അകറ്റാൻ അവൾ തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം പ്രോജക്റ്റിൻ്റെ ഭാഗമായി പ്രൊഫസർ ക്ലാസ്സിൽ ഗ്രൂപ്പ് തിരിച്ചത്. ഓരോ ഗ്രൂപ്പുകാരും പരിശ്രമിച്ച് ഏറ്റവും നല്ല പ്രോജക്റ്റ് തയ്യാറാക്കണമെന്ന് പ്രൊഫസറുടെ നിർദ്ദേശം.
പ്രോജക്റ്റിന് സഹായിക്കുന്ന ആക്ടിവിറ്റീസും ചർച്ചകളും ഒക്കെ നടത്താൻ കോളേജ് ലൈബ്രറിയോ ഗ്രൗണ്ടോ അങ്ങനെ എവിടെ വെച്ച് വേണമെങ്കിലും ഗ്രൂപ്പ് മീറ്റിംഗ് സംഘടിപ്പിക്കാമെന്ന് പ്രൊഫസർ അറിയിച്ചു. ചന്തുവും ആവണിയും 2 ഗ്രൂപ്പിലാണുള്ളത്. ചന്തുവിൻ്റെ ഗ്രൂപ്പിൽ മീനയുമുണ്ട്. അവളാണ് ഗ്രൂപ്പ് ലീഡർ. ചന്തു തൻ്റെ ഗ്രൂപ്പിലായതുകൊണ്ട് ഈ അവസരം മുതലാക്കാൻ കൂടുതൽ സമയം അവനോടൊപ്പം സ്പെൻഡ് ചെയ്ത് അവനുമായി കൂടുതൽ അടുക്കാനായിരുന്നു മീനയുടെ പ്ലാൻ. അങ്ങനെ പ്രോജക്റ്റിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പ് മീറ്റിംഗ് ആവണിയുടെ ഗ്രൂപ്പ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ചാണ് ഗ്രൂപ്പ് കൂടിയത്. അത് മനസ്സിലാക്കിയ മീന ചന്തുവിൻ്റെ കൺവെട്ടത്ത് നിന്ന് ആവണിയെ ഒഴിവാക്കണമെന്ന് ചിന്തിച്ചു. അവളുടെ ഗ്രൂപ്പ് മീറ്റിംഗ് ലൈബ്രറിയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു. ഗ്രൂപ്പിലുള്ള എല്ലാവരും മീനയുടെ നിർദ്ദേശപ്രകാരം ലൈബ്രറിയിലേക്ക് എത്തിച്ചേർന്നു. മീന ചന്തുവിൻ്റെ തൊട്ടടുത്ത് സീറ്റ് ഉറപ്പിച്ചു. എന്നാൽ നമുക്ക് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. മീന സംസാരിക്കാൻ തുടങ്ങി. തൻ്റെ ഗ്രൂപ്പിൽ ആവണിയില്ലാത്തതിൻ്റെ വിഷമത്തിലായിരുന്നു ചന്തു. നമ്മുടെ മീറ്റിംഗ് ഗ്രൗണ്ടിൽ വെച്ച് മതിയായിരുന്നു. നല്ല ശുദ്ധവായു ശ്വസിച്ച് ഓപ്പൺ എയറിൽ ഇരിക്കാമായിരുന്നു എന്ന് ചന്തു അഭിപ്രായം പറഞ്ഞു. ഹേയ്, അതൊന്നും വേണ്ട. പുറത്ത് നല്ല നോയ്സിയാണ്. അതുമല്ല, അവിടെ വേറെയും ഒരു ഗ്രൂപ്പുണ്ടല്ലോ. നമ്മൾ ചർച്ച ചെയ്യുന്ന ഐഡിയ അവർ കേട്ട് തട്ടിയെടുത്താലോ? മീന തർക്കിച്ചു. അതെ, ആ ഗ്രൂപ്പിൻ്റെ ലീഡർ ആവണിയ. അവൾക്കങ്ങനെ മറ്റുള്ളവരുടെ ഐഡിയ തട്ടിയെടുത്ത് പ്രോജക്റ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ചന്തു മീന പറഞ്ഞത് ഇഷ്ടപ്പെടാതെ സംസാരിക്കാൻ തുടങ്ങി. അയ്യോ ചന്തു, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. പ്ലീസ് എന്നെ തെറ്റിദ്ധരിക്കല്ലേ. ഇറ്റ്സ് ഓക്കെ, അത് വിട്ടേക്ക്. നമുക്ക് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ചന്തു വിഷയം മാറ്റി കാര്യത്തിൽ മുഴുകി. മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാ അംഗങ്ങളും നല്ല രീതിയിൽ പങ്കെടുത്ത് ഓരോ ഐഡിയാസ് പറഞ്ഞു. ഏകദേശം പ്രോജക്റ്റ് വർക്ക് തുടങ്ങി വെച്ചു. 3 മണിക്കൂറിന് ശേഷം മീറ്റിംഗ് അവസാനിപ്പിച്ച് അവർ ലഞ്ച് കഴിക്കാൻ ഇറങ്ങി. മീന ചന്തുവിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ചന്തു, ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ആവണിയെ കുറ്റപ്പെടുത്തണമെന്ന് എനിക്കൊരു ഉദ്ദേശവും ഇല്ലായിരുന്നു. ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി, മീന പറഞ്ഞു. അയ്യേ, താൻ ഇതുവരെ അത് വിട്ടില്ലേ? ഞാൻ അത് അപ്പോഴേ വിട്ടു. ഒരു ഗ്രൂപ്പ് ലീഡർ ഗ്രൂപ്പിൻ്റെ പ്രോജക്റ്റ് മികച്ചതാവണം, ഡേറ്റ ചോർന്നു പോകരുത് എന്ന് വിചാരിച്ച് പ്രോജക്റ്റിന് വേണ്ടി സംസാരിച്ചതല്ലേ. ഞാനപ്പോൾ അത് മനസ്സിലാക്കാതെ അപ്പോഴത്തെ എന്തോ മൂഡിൽ അങ്ങനെ പറഞ്ഞതാ. ഞാനാ സോറി പറയേണ്ടത്. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. തൻ്റെ ഐഡിയാസൊക്കെ സൂപ്പറായിരുന്നു. യു ആർ റിയലി സ്മാർട്ട്. പോകെ പോകെ നമുക്ക് നല്ല ഫ്രണ്ട്സ് ആവാം എന്ന് പറഞ്ഞ് ചന്തു മീനയ്ക്ക് കൈ കൊടുത്ത് തിരിഞ്ഞു നടന്നു. മീനയ്ക്ക് വളരെ സന്തോഷമായി. ചന്തു നേരെ പോയത് ആവണിയുടെ അടുത്തേക്കാണ്. അവർ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ ക്യാൻറ്റീനിലേക്ക് പോയി. എടാ, നിങ്ങളുടെ മീറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആവണി ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, വർക്ക് സ്റ്റാർട്ട് ചെയ്തു, ചന്തു മറുപടി പറഞ്ഞു. എന്ത്, സ്റ്റാർട്ട് ചെയ്തോ? എൻ്റെ ഗ്രൂപ്പിൽ ചർച്ച തുടങ്ങിയതേ ഉള്ളൂ, ഒന്നും എങ്ങും എത്തിയിട്ടില്ല. എടാ, നിന്റെ ഗ്രൂപ്പിൻ്റെ കുറച്ച് ഐഡിയാസ് എനിക്ക് ചോർത്തി തരുമോ? അവളുടെ ചോദ്യം കേട്ട് ചന്തു ആഹാരം കഴിക്കുന്നത് നിർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. എടി പെണ്ണേ, നീ എന്നെ നാണം കെടുത്തുവോ? നീ മഹാസംഭവമാണെന്ന് എൻ്റെ ഗ്രൂപ്പിലുള്ളവരോട് പൊക്കി അടിച്ചിട്ടാ ഞാനിവിടെ ഇരിക്കുന്നത്. എന്നോട് തന്നെ നീ ഐഡിയ ചോർത്തി തരാൻ പറയണം. മര്യാദയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്ത് സ്വയം ഐഡിയ ഉണ്ടാക്കിയാൽ മതി, ചന്തു പറഞ്ഞു. അവൻ വലിയ പകൽമാന്യൻ. നീ സഹായിക്കണ്ട, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. അവനൊരു ബുദ്ധിമാൻ വന്നിരിക്കുന്നു. നീ നോക്കിയോ, എൻ്റെ പ്രോജക്റ്റ് ആയിരിക്കും വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോജക്റ്റ്. പിന്നെ കാണാം, ചന്തു വെല്ലുവിളിച്ചു. കാണാം, ഇപ്പോൾ വല്ലതും വാരി തിന്നാൻ നോക്ക്. അവർ പരസ്പരം വെല്ലുവിളിച്ചും വഴക്കുകൂടിയും കളിച്ചും ചിരിച്ചും ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഇതെല്ലാം മാറി നിന്ന് കണ്ടുകൊണ്ടിരുന്ന മീനയ്ക്ക് സഹിച്ചില്ല. നീ മാറി നിന്ന് അവരെ നോക്കി പല്ലു കടിച്ചിട്ട് ഒരു കാര്യമില്ല, മുന്നിട്ടിറങ്ങിയാലേ പറ്റൂ, മീനയ്ക്കൊപ്പമുണ്ടായിരുന്ന കൂട്ടുകാരി പറഞ്ഞു. ഞാൻ എന്തു വേണോന്നാ നീ പറയുന്നേ? നിന്റെ ഇഷ്ടം ചന്തുവിനെ അറിയിക്കണം. കൂട്ടുകാരെന്ന് അവകാശപ്പെട്ട് ഏതു നേരവും ഒരുമിച്ച് നടക്കുന്നവരുടെ മനസ്സിൽ സൗഹൃദത്തിനുപരി എന്തെങ്കിലും ഉണ്ടോ എന്ന് നീ മനസ്സിലാക്കണം. അതിന് നീ അവരോട് സൗഹൃദം നടിച്ച് കൂടുതൽ അടുക്കണം. അവർ പറയുന്നത് പോലെ അവർ തമ്മിൽ സൗഹൃദം മാത്രമാണെങ്കിൽ നീ നിന്റെ ഇഷ്ടം ചന്തുവിനെ അറിയിക്കണം. അവൻ നിന്റെ ഇഷ്ടം സ്വീകരിച്ച് നിന്റെ ചൊൽപ്പടിയിൽ വന്നാൽ പിന്നെ എത്ര ആത്മാർത്ഥ സുഹൃത്താണെന്ന് പറഞ്ഞാലും ആവണിയെയും ചന്തുവിനെയും തമ്മിൽ അകറ്റാൻ നിനക്ക് പറ്റും, കൂട്ടുകാരി മീനയെ ഉപദേശിച്ചു.
നീ പറഞ്ഞത് ശരിയാണ്. എൻ്റെ ഇഷ്ടം നേടിയെടുക്കാൻ ഞാൻ തന്നെ മുന്നിട്ടിറങ്ങണം, മീന മനസ്സിലുറപ്പിച്ചു. അതിൻ്റെ ആദ്യ പടി എന്ന പോലെ മീന ചന്തുവുമായി നല്ല സൗഹൃദത്തിലായി. അവന് ആവണിയുമായിട്ടുള്ള ബന്ധം എന്താണെന്നും അവരുടേത് തികച്ചും സൗഹൃദം മാത്രമാണോ എന്നും അവൾ പല രീതിയിലും ചന്തുവിനോട് ചോദിച്ചു. സൗഹൃദത്തിനപ്പുറം ഒരു ഫീലിങ്സും ഇല്ലാത്ത മട്ടിലായിരുന്നു അവൻ്റെ മറുപടി. അത് കേട്ടപ്പോൾ മീനയ്ക്ക് ആശ്വാസമായി. ഇനി അറിയേണ്ടത് ആവണിയുടെ മനസ്സിലിരിപ്പാണ്. അതിനുവേണ്ടി മീന ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ അവളും കൂടെ വന്നോട്ടെ എന്ന് ചന്തുവിനോട് ചോദിച്ചു. ചന്തു അതിന് സമ്മതം പറഞ്ഞ് അവളെ കൂടെ കൂട്ടി. മീനയും ചന്തുവും ആവണിക്ക് വേണ്ടി ക്യാൻറ്റീനിൽ വെയിറ്റ് ചെയ്തു. അല്പസമയത്തിനുള്ളിൽ ആവണി അവിടേക്ക് വന്നു. ആഹാ, ഇതാര്? നിങ്ങൾ ഗ്രൂപ്പുകാർ ഫുഡ് കഴിക്കുന്നിടത്ത് വേറെ ഗ്രൂപ്പിൽ നിന്നുള്ള എനിക്ക് ഇരിക്കാൻ അനുവാദമുണ്ടോ? ആവണി തമാശ രൂപേണ ചോദിച്ചു. എനിക്ക് വിശപ്പില്ലടാ, നിങ്ങൾ കഴിച്ചോ. ഞാനില്ലെങ്കിൽ നീ കഴിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് ഒരു കമ്പനിക്ക് വന്നതാ ഞാൻ. എനിക്ക് നല്ല വയറുവേദന, ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. ആവണി പറയുന്നത് കേട്ട് ചന്തു ഫോൺ എടുത്തു നോക്കി. ഈ വീക്ക് നിന്റെ പീരീഡ് ഡേറ്റ് ആയിരുന്നു അല്ലേ? ഞാനത് നോക്കാനേ മറന്നുപോയി. നിന്റെ കയ്യിൽ പാഡ് ഉണ്ടായിരുന്നോ? ചന്തു ടെൻഷനോടെ ചോദിച്ചു. ഉണ്ടായിരുന്നു. മുത്തശ്ശി രാവിലെ ഓർത്ത് ബാഗിലെടുത്തു വെച്ചു, ആവണി പറഞ്ഞു. എനിക്കറിയാം, നിനക്കിതിനെപ്പറ്റി ഒരു ബോധവും ഇല്ലല്ലോ. ആരെങ്കിലും പുറകെ നടക്കണം. വെയിറ്റ് ചെയ്യ്, ഞാൻ ഇവിടുത്തെ കിച്ചണിൽ പോയി ഒരു ചുക്ക് കാപ്പി സംഘടിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. അത് കുടിക്കുമ്പോൾ നിന്റെ വയറുവേദന മാറും എന്ന് പറഞ്ഞ് ചന്തു ചെയറിൽ നിന്ന് എഴുന്നേറ്റു. അതൊന്നും വേണ്ട, നീ ഇവിടെ ഇരുന്ന് കഴിക്ക്. ആവണി ചന്തുവിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. നീ ഒന്ന് ചുമ്മാതിരി, ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് ചന്തു കിച്ചണിലേക്ക് നടന്നു. ഇവൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് ആവണി തലയ്ക്ക് കൈ കൊടുത്തിരുന്നു. അല്ല, ആവണിയുടെ പീരീഡ് ഡേറ്റ് ഒക്കെ ചന്തുവിനറിയോ? നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ടോ? ഇതെല്ലാം കണ്ട് സംശയം തോന്നിയ മീന ചോദിച്ചു. അതോ, ചെറിയ പ്രായം മുതലേ ഞങ്ങൾ ഒരുമിച്ചല്ലേ വളർന്നത്. അവനും എനിക്കും സഹോദരങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ വീടും തൊട്ടടുത്താണ്. ഒരുമിച്ച് വളർന്നതുകൊണ്ട് നല്ല സുഹൃത്തുക്കളായതുകൊണ്ടും ഞങ്ങൾ പരസ്പരം എല്ലാ കാര്യവും ഷെയർ ചെയ്യും. എനിക്ക് ഫസ്റ്റ് പീരീഡായത് അവൻ്റെ കൂടെ ഉള്ളപ്പോഴാണ്. എനിക്ക് പീരീഡ് ടൈമിൽ നല്ല വയറുവേദന വരും, ചിലപ്പോൾ വൊമിറ്റും ചെയ്യാറുണ്ട്. എപ്പോഴും കൂടെ ഉള്ളതുകൊണ്ട് അത് അവൻ അറിയാം. അതുകൊണ്ട് ഈ കാര്യത്തിൽ അവൻ എന്നോട് പ്രത്യേക കെയർ കാണിക്കാറുണ്ട്, ആവണി പറഞ്ഞു. ഓ അങ്ങനെ. ആവണി, ഞാൻ വേറെ ഒരു കാര്യം ചോദിക്കട്ടെ? ആവണിക്ക് ഇതുവരെ ലവ് അഫെയർ ഒന്നും ഉണ്ടായിട്ടില്ലേ? മീന വന്ന കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. ഇല്ലടോ, എൻ്റെ മുഖത്ത് നോക്കി ആരും ഇതുവരെ പ്രപ്പോസ് ചെയ്തിട്ട് പോലുമില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയും സുന്ദരിയായിട്ടുള്ള തന്നെ ഇതുവരെ ആരും പ്രപ്പോസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ? കാണാനൊരു ആവറേജ് റേഞ്ചിലായിട്ട് പോലും എനിക്ക് ഈ പ്രായത്തിനിടയിൽ എത്ര പ്രപ്പോസലാണ് വന്നിട്ടുള്ളതെന്നറിയോ? മീന പറഞ്ഞു. ഞാൻ പറഞ്ഞത് സത്യമാടോ. എൻ്റെ മുഖത്ത് നോക്കി ആരും ഇതുവരെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ല, ആവണി തീർത്തു പറഞ്ഞു. ഇനി ഭാവിയിൽ അങ്ങനെ ഒരാളുണ്ടായാലോ? അതിനെപ്പറ്റി ആവണിയുടെ അഭിപ്രായം എന്താ? മീനു വീണ്ടും വീണ്ടും ചികഞ്ഞു ചോദിച്ചു. അങ്ങനെ ഒരാൾ വരട്ടെ, നമുക്കപ്പോൾ നോക്കാം എന്ന് പറഞ്ഞ് ആവണി ഒഴിഞ്ഞു മാറി. അപ്പോഴേക്കും ചന്തു ചുക്കുകാപ്പിയുമായി വന്നു. അത് ആവണിയുടെ കയ്യിൽ കൊടുത്തു. എന്തായിരുന്നു, ഇവിടെ രണ്ടുപേരും കൂടി കത്തിവെച്ച് തകർക്കുന്നുണ്ടായിരുന്നല്ലോ, എന്താ വിഷയം? ചന്തു ചോദിച്ചു. അതോ, അതെൻ്റെ ഭാവി കാമുകനെ കുറിച്ചുള്ള ഡിസ്കഷൻ ആയിരുന്നു. കാമുകനോ? നിനക്കോ? എൻ്റെ ദൈവമേ മീന, നീ കേൾക്കണം. ഇവളുടെ കാമുകനാകാൻ പോകുന്നത് ആരായാലും അന്നു മുതൽ അവൻ്റെ കഷ്ടകാലം ആരംഭിക്കും, ചന്തു ആവണിയെ കളിയാക്കി പറഞ്ഞു. അത് കേട്ട് ആവണി അവൻ്റെ മുതുകത്ത് ഒരു ഇടി കൊടുത്തു. കണ്ടോ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇങ്ങനെ മുതുകത്തിടിച്ച് പൊട്ടിക്കുന്ന ഇവൾക്ക് ഒരു കാലത്തും കാമുകൻ ഉണ്ടാകാൻ പോകുന്നില്ല. ഇതെൻ്റെ ശാപമാടി, മുതുക് തടവിക്കൊണ്ട് ചന്തു പറഞ്ഞു. അവർ അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് തമ്മിൽ വഴക്കുകൂടിയും തമാശകൾ പറഞ്ഞും ആഹാരം കഴിച്ചു. എല്ലാം കഴിഞ്ഞ് തിരികെ ക്ലാസ്സിലെത്തിയ മീനു അവളുടെ കൂട്ടുകാരിയോട് സംസാരിച്ചു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ രണ്ടുപേരുടെയും മനസ്സിൽ നല്ല സൗഹൃദം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്.
പക്ഷെ അത് പ്രണയമായി മാറാൻ സാധ്യതയില്ല എന്ന് തീർത്തു പറയാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. ഇനി കൂടുതൽ എന്ത് ചെയ്യാൻ? അവർ വെറും സുഹൃത്തുക്കളാണെന്ന് നിനക്ക് ഉറപ്പായില്ലേ? അപ്പോൾ പിന്നെ നീ നിന്റെ ഇഷ്ടം അവനോട് തുറന്നു പറയണം, കൂട്ടുകാരി പറഞ്ഞു. ഹേയ്, അങ്ങനെ ചാടിക്കേറി ഇഷ്ടം പറയുന്നത് ഒരു മണ്ടത്തരമായിരിക്കും. ആവണി ചന്തുവിനെ നന്നായി കെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവനൊരു ഗേൾ ഫ്രണ്ടിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നാൻ സാധ്യത കുറവാണ്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ ചാടിക്കേറി എൻ്റെ ഇഷ്ടം പറഞ്ഞാൽ അവൻ അത് അംഗീകരിക്കണമെന്നില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാ നിന്റെ ഉദ്ദേശം? ചന്തുവിനെ ആവണിയും തമ്മിൽ പിരിക്കണം. അവളുടെ സ്നേഹവും കെയറും അവന് കിട്ടാതെ ആവണം. അങ്ങനെ വരുമ്പോൾ എൻ്റെ പ്രണയം അവൻ അംഗീകരിക്കും, മീന പറഞ്ഞു. ചന്തുവിനെ ആവണിയും പിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ സൗഹൃദം അത്രയും ഡീപ്പാണ്. പിന്നെ ഒരു വഴിയുള്ളത് ആവണി ആരെയെങ്കിലും പ്രണയിക്കണം. അപ്പോൾ അവളുടെ ശ്രദ്ധ ചന്തുവിൽ നിന്ന് മാറി അവൾ സ്നേഹിക്കുന്ന ആളോടാവും. കൂട്ടുകാരി അവളുടെ മനസ്സിൽ തോന്നിയത് പറഞ്ഞു. യെസ്, അതാണ് ഞാനും മനസ്സിൽ കണ്ടത്. അവൾ ഒരു റിലേഷനിലായി കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും. അങ്ങനെയാണെങ്കിൽ ഒരു തുറുപ്പ് ചീട്ട് നമ്മുടെ കയ്യിലുണ്ട്, ഒന്നെടുത്ത് വീശിയാൽ മതി, കളി നമ്മുടെ കയ്യിൽ നിൽക്കും, കൂട്ടുകാരി മീനുവിനോട് പറഞ്ഞു. മീനയ്ക്ക് ഒന്നും മനസ്സിലായില്ല. നീ എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയേ. ഡി, ഞാൻ ആവണിയുടെ ഗ്രൂപ്പിലാണല്ലോ. ഞങ്ങളുടെ ഗ്രൂപ്പിൽ വിശാഖില്ലേ, ആ പഠിപ്പിസ്റ്റ് പയ്യൻ, അവനും ഉണ്ട്. നീ ശ്രദ്ധിച്ചിട്ടില്ലേ ക്ലാസ്സിലധികം സംസാരിക്കാത്ത ഒരു വെളുത്ത നീളമുള്ള കണ്ണാടിയൊക്കെ വെച്ച ഒരു പയ്യനെ? കൂട്ടുകാരി ചോദിച്ചു. ഹാ, അറിയാം, വിശാഖ്. അവന് ആവണിയോട് ഒരു ചെറിയ ഫീലിങ്സ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവന് അത്യാവശ്യം ലുക്കുള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഒന്ന് വളയ്ക്കാൻ ട്രൈ ചെയ്തു നോക്കി. പക്ഷേ ഞാൻ നോക്കുമ്പോഴെല്ലാം അവൻ്റെ കണ്ണ് ആവണിയുടെ മുഖത്താണ്. നിനക്കറിയാലോ, ക്ലാസ്സിലിടുന്ന എക്സാമിനെല്ലാം ഫുൾ മാർക്ക് വാങ്ങുന്ന അവൻ ഇടയ്ക്കിടെ സംശയം ചോദിക്കാൻ ആവണിയുടെ അടുത്തേക്ക് പോകാറുണ്ട്. പക്ഷേ ക്ലാസ്സിൽ വേറെ ആരോടും അവൻ സംശയം ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുമില്ല. എൻ്റെ സംശയം ശരിയാണെങ്കിൽ വിശാഖിന് ആവണിയോട് മുടിഞ്ഞ പ്രേമമാണ്. ഒന്ന് സപ്പോർട്ട് ചെയ്തു വിട്ടാൽ ചിലപ്പോൾ അവൻ കയറി കൊത്താൻ സാധ്യതയുണ്ട്. ലക്കിന് അവൾ എസ് പറഞ്ഞ പിന്നെ സംഭവം ക്ലീൻ. എന്താ നിനക്ക് തോന്നുന്നത്? കൂട്ടുകാരി മീനയോട് ചോദിച്ചു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാല്ലേ? മീനയ്ക്ക് അതൊരു നല്ല വഴിയായി തോന്നി. മീനു കാര്യങ്ങൾ വേഗത്തിൽ മുന്നോട്ട് നീക്കാൻ തുടങ്ങി. അവൾ വിശാഖുമായി ഇടിച്ചു കയറി സൗഹൃദത്തിലായി. അവന് ആവണിയോട് മനസ്സിലുള്ള ഇഷ്ടം മീനു ചികഞ്ഞ് പുറത്തെടുത്തു. വിശാഖിന് ഒരുപാട് ഇഷ്ടമായിരുന്നു ആവണിയെ. പക്ഷെ അത് തുറന്നു പറയാൻ ഒരു ധൈര്യക്കുറവുള്ളതുകൊണ്ട് അവൻ പറയാതെ മനസ്സിൽ സൂക്ഷിച്ചു. മീനുവും കൂട്ടുകാരിയും കൂടി വളരെ നിർബന്ധിച്ച് ഒരുപാട് സപ്പോർട്ടും മോട്ടിവേഷനും നൽകി ആവണിയോട് പ്രപ്പോസ് ചെയ്യാൻ വിശാഖിനെ നിർബന്ധിച്ചു. അവരുടെ സപ്പോർട്ടിൻ്റെ ബലത്തിൽ അവൻ ആവണിയെ പ്രപ്പോസ് ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടു. ഒരു ദിവസം ഗ്രൂപ്പ് ചർച്ചയ്ക്കിടയിൽ അവൻ ആവണിയെ വിളിച്ച് മാറ്റി നിർത്തി അവൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു. ആദ്യമായി ഒരാൾ മുഖത്തു നോക്കി പ്രപ്പോസ് ചെയ്തത് ആവണിയെ അമ്പരപ്പിച്ചു. അവൾക്ക് തിരിച്ചൊന്നും പറയാൻ തോന്നിയില്ല. അവൾ അവനോട് കുറച്ച് സമയം ചോദിച്ചു. വിവേക് അവളുടെ മറുപടിക്കായി കാത്തിരിക്കാമെന്ന് അറിയിച്ചു. ഈ അവസരം മുതലാക്കാൻ നോക്കി ആവണി ചന്തുവിനോട് ഈ വിവരം പറയുന്നതിന് മുമ്പ് മീന ഈ കാര്യം ചന്തുവിനെ അറിയിക്കാൻ തീരുമാനിച്ചു. ലഞ്ച് ടൈമിൽ ക്യാൻറ്റീനിൽ ആവണിയെയും കാത്തിരുന്ന ചന്തുവിൻ്റെ അടുത്തേക്ക് മീനു ചെന്നു. ആവണി എത്തും മുന്നേ ഈ വിവരം അവൾ ചന്തുവിനെ അറിയിച്ചു. വിവരമറിഞ്ഞ് ചന്തു അസ്വസ്ഥനായി. ചന്തു, നീ എന്താ പെട്ടെന്ന് വല്ലാതെ ആയത്? നീ ഈ വിവരം നേരത്തെ അറിഞ്ഞില്ലായിരുന്നോ? ഞാൻ കരുതി ആവണി നിന്നോട് പറഞ്ഞിട്ടുണ്ടാവുമെന്ന്. പറഞ്ഞില്ലായിരുന്നോ? മീന ചോദിച്ചു. ഇല്ല, അവളൊന്നും പറഞ്ഞില്ല, ചന്തു നിരാശയോടെ പറഞ്ഞു. ആണോ? അയ്യോ, അത് കഷ്ടമായി. നിങ്ങളെല്ലാം പരസ്പരം ഷെയർ ചെയ്യാറുള്ളതല്ലേ? ഇതും പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതി. അതാ ഞാൻ ചാടിക്കേറി ചന്തുവിനോട് ഇതിനെപ്പറ്റി സംസാരിച്ചത്. ഒന്നും അറിയാത്ത നിഷ്കളങ്കയെപ്പോലെ മീന സംസാരിച്ചു. ഗ്രൂപ്പ് മീറ്റിംഗ് കഴിഞ്ഞില്ലേ? ലഞ്ച് ടൈം ആയല്ലോ. ആവണിയെ ഇതുവരെ കണ്ടില്ലല്ലോ, ചന്തു തിരക്കി. ആ ശരിയാ, ഒരുപാട് സമയമായല്ലോ. ഗ്രൂപ്പ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും.
ചിലപ്പോൾ ആവണി വിശാഖുമായിട്ട് സംസാരിച്ച് നിൽക്കുമായിരിക്കും. വിശാഖ് ഒരു സ്മാർട്ട് പയ്യനല്ലേ, ക്ലാസ്സിൽ തന്നെ എത്ര പെൺപിള്ളേർ അവൻ്റെ പിന്നാലെ നടക്കുന്നത്. ചിലപ്പോൾ ആവണിക്കും വിശാഖിനോട് ഇഷ്ടം കാണും. നിന്നോട് പറയാനുള്ള ചളിപ്പ് കാരണമായിരിക്കും അവൾ ഇതിനെപ്പറ്റി പറയാത്തതും ഇത്രയും നേരമായിട്ടും ലഞ്ച് കഴിക്കാൻ ഇങ്ങോട്ട് വരാത്തതും. മീന ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ചന്തുവിനെ തെറ്റിദ്ധരിപ്പിച്ചു. എല്ലാം കൂടി കേട്ടപ്പോൾ ചന്തുവിന് ദേഷ്യം സഹിക്കാൻ വയ്യാതെയായി. അവനൊന്നും മിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് ക്ലാസ്സിലേക്ക് പോയി. മറുവശത്ത് ഗ്രൂപ്പ് മീറ്റിംഗ് കഴിഞ്ഞിട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ആവണിയെ ഫുഡ് കഴിക്കാൻ വിടാതെ മനഃപൂർവ്വം മീനയുടെ നിർദ്ദേശപ്രകാരം അവളുടെ കൂട്ടുകാരി ലൈബ്രറിയിൽ പിടിച്ചിരുത്തിയിരിക്കുകയായിരുന്നു. ഈ വിവരം ചന്തുവിനെ വിളിച്ചറിയിക്കാൻ ഫോൺ എടുക്കാൻ കൂടി മീനയുടെ കൂട്ടുകാരി സമ്മതിച്ചില്ല. എല്ലാം മീനയുടെ പ്ലാനായിരുന്നു. അവളത് ഭംഗിയായി നടപ്പിലാക്കി. ആവണി ഒരുവിധം എല്ലാം തീർത്ത് എങ്ങനെയൊക്കെയോ തടി തപ്പി ക്യാൻറ്റീനിലെത്തിയപ്പോഴേക്കും ചന്തുവിനെ അവിടെ എങ്ങും കാണാനായില്ല. അവൾ ഫോൺ എടുത്ത് അവനെ കോൾ ചെയ്തു. 1-2 തവണ വിളിച്ചിട്ടും ചന്തു കോൾ കട്ട് ചെയ്തു വിടുകയായിരുന്നു. ടെൻഷനായ ആവണി നേരെ ക്ലാസ്സിലേക്ക് ചെന്നു നോക്കി. ക്ലാസ്സിൽ ഏറ്റവും ബാക്ക് സീറ്റിൽ ചന്തു ഇരിക്കുന്നത് കണ്ട് അവൾ അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് അവൻ്റെ തോളത്ത് ഒരൊറ്റയടി കൊടുത്തു. നീ എന്താ ഞാൻ വിളിച്ചിട്ട് കോൾ കട്ട് ചെയ്തത്? അവൾ ദേഷ്യത്തിൽ ചോദിച്ചു. അതിന് മറുപടിയായി ചന്തു ദേഷ്യത്തിൽ ആവണിയെ രൂക്ഷമായി ഒന്ന് നോക്കി. അയ്യോ സാർ കട്ട കലിപ്പിലാണല്ലോ, എന്തു പറ്റി എന്ന് ചോദിച്ച് ആവണി ചന്തുവിനെ ചേർന്നിരുന്നു. അവൻ അത് മൈൻഡാക്കാതെ നീങ്ങിയിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന മീന സന്തോഷിച്ചു. കാര്യങ്ങൾ അവളുടെ ട്രാക്കിൽ വരുന്നതിൻ്റെ ആഹ്ലാദം അവളുടെ മുഖത്ത് പ്രകടമായി. ആവണി നീങ്ങിയിരുന്ന ചന്തുവിൻ്റെ അടുത്തേക്ക് വീണ്ടും ചേർന്നിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരാത്ത ദേഷ്യമാണോ നിനക്ക്? സോറിടാ, പ്രോജക്റ്റിൻ്റെ വർക്കായിട്ട് ബിസി ആയിപ്പോയി, ഫോൺ എടുക്കാൻ പോലും പറ്റിയില്ല. പിന്നെ ഇന്നൊരു സംഭവം ഉണ്ടായി. നമ്മുടെ ക്ലാസ്സിലെ ആ വിവേകില്ലേ, അവൻ ഇന്ന് എന്നെ പ്രപ്പോസ് ചെയ്തു. പാവം പയ്യൻ, എടുത്തടിച്ച പോലെ നോ പറയാൻ എനിക്ക് മനസ്സ് വന്നില്ല. അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അവൻ അധികം പ്രതീക്ഷ വളർത്തുന്നതിന് മുമ്പ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. എന്തിനാ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്? അപ്പോൾ തന്നെ ചാടിക്കേറി യെസ് പറഞ്ഞുകൂടായിരുന്നോ? നിനക്കിഷ്ടമാണെങ്കിൽ, ഇടറിയ ശബ്ദത്തിൽ ചന്തു പറഞ്ഞു. ആദ്യമായിട്ടൊരു പയ്യൻ മുഖത്ത് നോക്കി പ്രപ്പോസ് ചെയ്തപ്പോൾ ഞാനൊന്ന് പതറി, അത് സത്യ എന്ന് കരുതി എനിക്ക് അഖിലിനോട് പ്രേമമൊന്നുമില്ല, ആവണി തീർത്തു പറഞ്ഞു. അത് കേട്ടപ്പോൾ ചന്തുവിൻ്റെ മുഖം തെളിഞ്ഞു. നീ പറഞ്ഞത് സത്യമാണോ? നിനക്ക് അവനോട് പ്രേമമില്ലേ? ഞാൻ കരുതി നിനക്ക് അവനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് എന്നെ അവോയ്ഡ് ചെയ്യാൻ മനഃപൂർവ്വം ക്യാൻറ്റീനിൽ വരാതിരുന്നതാണെന്ന്. എൻ്റെ അമ്മോ, ഒരിച്ചിരി നേരം ഞാൻ മാറി നിന്നപ്പോൾ എന്തൊക്കെയാണ് ചെക്ക നീ ചിന്തിച്ചു കൂട്ടുന്നത്? അപ്പോൾ ഞാൻ ക്യാൻറ്റീനിൽ വരാതിരുന്നതിനല്ല നീ പിണങ്ങിയത് അല്ലേ? അല്ല, വിവേക് എന്നെ പ്രപ്പോസ് ചെയ്ത കാര്യം അവനും എനിക്കും മാത്രമല്ലേ അറിയൂ. ഞാൻ പറയുന്നതിന് മുമ്പ് അത് നിന്നോട് വന്ന് പറഞ്ഞതാരാ? ആവണി സംശയിച്ചു ചോദിച്ചു. ഞാൻ നിനക്ക് വേണ്ടി ക്യാൻറ്റീനിൽ വെയിറ്റ് ചെയ്തപ്പോൾ മീനയാ വന്ന് എന്നോട് ഈ വിവരം പറഞ്ഞത്. അതൊക്കെ പോട്ടെ, വിവേക് എങ്ങനാ നിന്നോട് പ്രപ്പോസ് ചെയ്തത്? കയ്യിൽ റോസാപ്പൂവൊക്കെ ഉണ്ടായിരുന്നോ? പറ കേൾക്കട്ടെ. ചന്തു ആവണിയെ കളിയാക്കി കളിച്ചും ചിരിച്ചും ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. ഈ വിഷയത്തെ ചൊല്ലി അവർ വഴക്കിട്ട് ഒരിക്കലും മിണ്ടാത്ത ശത്രുക്കളാകുമെന്ന് പ്രതീക്ഷിച്ചയിടത്ത് എല്ലാം പറഞ്ഞു തീർത്ത് അവർ കളിച്ച് ചിരിച്ച് ഇരിക്കുന്നത് കണ്ട് നിരാശയായ മീനയ്ക്ക് അവളുടെ ദേഷ്യം അടക്കാനായില്ല. അവൾ കയ്യിലുണ്ടായിരുന്ന ബുക്ക് ഡെസ്കിന് മുകളിലേക്ക് വലിച്ചെറിഞ്ഞ ശേഷം ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. മീനയുടെ ഈ പ്രവർത്തികളെല്ലാം ആവണി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളുടെ പെരുമാറ്റത്തിന് പിന്നിൽ എന്തൊക്കെയോ നിഗൂഢമായ കാര്യങ്ങളുണ്ടെന്ന് ആവണിക്ക് സംശയം തോന്നി. അന്നു മുതൽ ആവണി മീനയെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവൾ മീനയെ രഹസ്യമായി നിരീക്ഷിച്ചു. അവസരം കിട്ടുമ്പോഴെല്ലാം മീന ഇടിച്ചുകയറി ചന്തുവിനോട് ക്ലോസ് ആവാൻ നോക്കുന്നതും അവൻ്റെ കാര്യങ്ങളിൽ അവൾ കൂടുതൽ കെയർ കാണിക്കുന്നതും ആവണി ശ്രദ്ധിച്ചു. ഒരു ദിവസം ബ്രേക്ക് ടൈം കഴിഞ്ഞ് ആവണി ക്ലാസ്സിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ക്ലാസിൻ്റെ ഒരു മൂലയിൽ വിവേകിനെ പിടിച്ചു നിർത്തി മീനയും കൂട്ടുകാരിയും എന്തൊക്കെയോ ഉപദേശങ്ങൾ കൊടുക്കുന്നത് ആവണി കണ്ടു. അവൾ അത് കാണാത്ത മട്ടിൽ ക്ലാസ്സിൽ കയറിയിരുന്നു.
ആവണി ക്ലാസ്സിലേക്ക് വരുന്നത് കണ്ട് സംസാരം അവസാനിപ്പിച്ച് അവർ പിരിഞ്ഞ ശേഷം വിവേക് നേരെ വന്നത് ആവണിയുടെ അടുത്തേക്കാണ്. അവൻ വന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവളെ സ്വാധീനിക്കാനും അടുത്തിടപഴകാനും ശ്രമിച്ചു. അവൻ്റെ പ്രവൃത്തികളും രീതികളും കണ്ടാൽ അറിയാം ആരൊക്കെയോ പറഞ്ഞു കൊടുത്തതനുസരിച്ചാണ് അവൻ പെരുമാറുന്നതെന്ന്. ഇതെല്ലാം കൂടിയായപ്പോൾ ആവണിയുടെ സംശയം കൂടി. എല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോൾ ആവണിക്ക് ഏകദേശം കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. മീന മനഃപൂർവ്വം എന്നെയും ചന്തുവിനെയും തമ്മിലടിപ്പിച്ച് ശത്രുക്കളാക്കി പിരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും അതിനുള്ള ആയുധമായിട്ടാണ് വിവേകിനെ ഉപയോഗിക്കുന്നതെന്നും ഇതെല്ലാം അവൾ ചെയ്തു കൂട്ടുന്നത് ചന്തുവിനെ സ്വന്തമാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണെന്നും മനസ്സിലാക്കിയ ശേഷം ഇതിനെപ്പറ്റി മീനുവിനോട് സംസാരിക്കാൻ ആവണി മനസ്സിലുറപ്പിച്ചു. അങ്ങനെ ഒരു ദിവസം കോളേജിലെത്തിയ ആവണി ഇതിനെപ്പറ്റി മീനയോട് ചോദിക്കാൻ അവളുടെ അടുത്തേക്ക് ചെന്നു. മീന, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നമുക്കല്പം മാറി നിന്നാലോ എന്ന് പറഞ്ഞ് ആവണി മീനയും കൂട്ടി ഒഴിഞ്ഞ സ്ഥലത്തേക്ക് മാറി. എന്താ ആവണി, എന്താ എന്നോട് സംസാരിക്കാനുള്ളത്? മീന ചോദിച്ചു. മീന, നിന്നെ ഞാനൊരു നല്ല ഫ്രണ്ടായിട്ടാണ് കണ്ടിട്ടുള്ളത്. നിന്നോട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിനക്ക് ചന്തുവിനെ ഇഷ്ടമാണെങ്കിൽ അത് അവനോട് തുറന്നു പറഞ്ഞാൽ പോരെ? എന്തിനാ എന്നെ അവനെയും പിരിക്കാൻ നോക്കുന്നത്? എനിക്ക് കാമുകനെ ഉണ്ടാക്കിത്തരാൻ നീ ആരാ? ആവണി ദേഷ്യപ്പെട്ട് ചോദിച്ചു. ആവണി, നീ ഇതെന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മീനു ഒന്നും അറിയാത്ത നിഷ്കളങ്കയെ പോലെ അഭിനയിച്ചു. നീ കൂടുതൽ അഭിനയിക്കണ്ട. എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാൻ ഈ സംസാരിക്കുന്നത്. നീ ഇനി എത്ര ശ്രമിച്ചാലും ചന്തുവിനെ എന്നെ അകറ്റാൻ പറ്റത്തില്ല. പിന്നെ നിന്റെ സ്വയലാഭത്തിന് വേണ്ടി നീ വിവേകിനെ ഉപയോഗിക്കുന്നത് നിർത്തിക്കോ. അവൻ്റെ ഫീലിങ്സ് വെച്ച് നീ കളിക്കുന്ന ഈ കളി നല്ലതിനാവില്ല എന്ന് താക്കീത് നൽകി ആവണി അവിടെ നിന്നും പോയി. ആവണി നേരെ പോയത് വിവേകിനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാനാണ്. ക്ലാസ്സിലിരുന്ന അവനെയും കൂട്ടി ആവണി നേരെ ലൈബ്രറിയിലേക്ക് പോയി. ആളൊഴിഞ്ഞ സ്ഥലത്ത് പോയിരുന്ന് അവനോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഇനിയും മീനയുടെ തന്ത്രങ്ങളിൽ പോയി വീണു കൊടുക്കരുതെന്ന് ഉപദേശിച്ചു. എല്ലാം മനസ്സിലാക്കിയ ശേഷം ചിന്തിച്ചപ്പോൾ ആവണി പറയുന്നത് ശരിയാണെന്ന് അവന് ബോധ്യപ്പെട്ടു. പക്ഷേ അവൻ്റെ ഉള്ളിൽ ആവണിയോടുള്ള പ്രണയം സത്യമായതുകൊണ്ട് അതിനുള്ള മറുപടി അവൻ അവളോട് ചോദിച്ചു. വിവേക്, എനിക്ക് തന്നോട് അങ്ങനെ ഒരു ഫീൽ തോന്നുന്നില്ല. താൻ പെർഫെക്റ്റ് ആണ്. ഏത് പെണ്ണും ആഗ്രഹിക്കുന്ന എല്ലാ ഗുണങ്ങളും തനിക്കുണ്ട്. എന്നിട്ടും അങ്ങനെ ഒരു ഇഷ്ടം എനിക്ക് തന്നോട് തോന്നിയിട്ടില്ല. നല്ല വ്യക്തിയായതുകൊണ്ട് ഇഷ്ടമാണെന്നങ്ങ് പറയാൻ പറ്റൂ? ആ ഫീല് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണ്ടേ? എന്നാലല്ലേ അതിനെ പ്രണയം എന്നൊക്കെ പറയാൻ പറ്റൂ? ആവണി വിഷമത്തോടെ പറഞ്ഞു. ഓക്കെ, എനിക്ക് മനസ്സിലായി. താൻ പറഞ്ഞതാ ശരി. ഇഷ്ടം ഉള്ളിൽ നിന്ന് വരണം. ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല. അത് നിലനിൽക്കില്ല. അത് പറയുമ്പോൾ വിവേകിൻ്റെ കണ്ണ് നിറഞ്ഞു. എടോ, താൻ ഇങ്ങനെ സങ്കടപ്പെടല്ലേ. സത്യമായിട്ടും ഞാനൊരു റിലേഷൻഷിപ്പിലാവുന്നതിനെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കുന്നില്ല. ഞാൻ ഒരാളെ സ്നേഹിച്ച് എൻ്റെ കാര്യം നോക്കിപ്പോയാൽ ചന്തു ഒറ്റയ്ക്കാകില്ലേ? അവനെ മൈൻഡാക്കാതെ ഞാൻ എൻ്റെ കൂട്ടുകാരികളോട് സംസാരിക്കുന്നത് പോലും അവനിഷ്ടമല്ല. അവനിഷ്ടപ്പെടാത്തതൊന്നും ചെയ്യാൻ എനിക്കും ഇഷ്ടമല്ല, ആവണി പറഞ്ഞു. എടോ ആവണി, താനെന്താ ഇത്ര സില്ലിയായിട്ട് സംസാരിക്കുന്നത്? ചന്തു തൻ്റെ ഫ്രണ്ട് മാത്രമല്ലേ. അവന് വേണ്ടി താനെന്തിനാ തൻ്റെ ഇഷ്ടങ്ങൾ വേണ്ടാന്ന് വെക്കുന്നത്? ചന്തു ഒറ്റയ്ക്കാകും എന്ന് കരുതി താനൊരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കുന്നത് എന്തിന്? നാളെ ഒരു പക്ഷേ ചന്തുവിന് ഏതെങ്കിലും പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ അവർ തമ്മിൽ റിലേഷൻഷിപ്പിലാകുമല്ലോ. അപ്പോൾ പിന്നെ ചന്തു ഒറ്റയ്ക്കാവില്ലല്ലോ, വിവേക് പറഞ്ഞു. എന്ത് റിലേഷൻഷിപ്പോ? ചന്തുവിൻ്റെ ലൈഫിലേക്ക് ഏത് പെൺകുട്ടി കടന്നു വരുന്ന കാര്യമാണ് വിവേക് പറയുന്നത്? ഞാൻ സമ്മതിക്കില്ല. അവരങ്ങനെ ഒരു പെൺകുട്ടിയെയും പ്രേമിക്കാനൊന്നും പോകില്ല. വിവേക് ആവശ്യമില്ലാതെ ഓരോന്ന് പറയരുത്. വിവേകിന്റെ സംസാരം കേട്ട് പെട്ടെന്ന് ദേഷ്യം വന്ന ആവണി പരിസരം മറന്ന് വിവേകിന് നേരെ പൊട്ടിത്തെറിച്ചു. അതിന് താനെന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ, വിവേക് ചോദിച്ചു. വിവേകിന്റെ ചോദ്യം കേട്ട് ആവണി നിശബ്ദയായി. എന്തിനാണ് വിവേകിനോട് ഇപ്പോൾ അവൾ അത്രയും ദേഷ്യപ്പെട്ട് സംസാരിച്ചത് എന്ന് അവൾക്ക് ഒരു പിടിയും കിട്ടിയില്ല. അവൾ വല്ലാതെ പരിഭ്രമിച്ചു. ആവണിയുടെ പരിഭ്രമം കണ്ട് വിവേകിന് ചിരി വന്നു. ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ആവണി, നിനക്ക് ചന്തുവിൻ്റെ ലൈഫിൽ ഒരു പെൺകുട്ടി വരുന്നത് ഇഷ്ടമല്ല എന്ന് തോന്നുന്നു.
അവൻ ഒറ്റയ്ക്കാകുമെന്ന് കരുതി നിനക്ക് ഒരു റിലേഷൻഷിപ്പും താല്പര്യമില്ല. ഇതുവരെ നിനക്ക് ആരോടും ഒരു ക്രഷ് പോലും തോന്നിയിട്ടില്ല. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. തനിക്ക് ചന്തുവിനോട് വെറും സൗഹൃദം മാത്രമല്ല ഉള്ളത്. ഒന്ന് മനസ്സിലാക്ക്, ഇനി ഒരിക്കലും തനിക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയില്ല. കാരണം തൻ്റെ മനസ്സിൽ ഓൾറെഡി ഒരു വ്യക്തിയുണ്ട്. അത് ചന്തുവാണ്. വിവേക് പറയുന്നത് കേട്ട് ആവണി ആകെ കൺഫ്യൂഷനിലായി. അവളുടെ മനസ്സിൽ എന്താണുള്ളതെന്ന് തിരിച്ചറിയാൻ അവൾക്ക് കഴിഞ്ഞില്ല. ചന്തുവിനെ താൻ പ്രണയിക്കുന്നുണ്ടോ എന്ന ചോദ്യം അവൾ സ്വയം ചോദിക്കാൻ തുടങ്ങി. ആവണി, താൻ ഇപ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആണ്. ഇതിലൊരു തീരുമാനത്തിലെത്താൻ ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്യാം. സമയമെടുത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഭാവിയിൽ ചന്തു ഇല്ലാതെ ഒരു ലൈഫ് തനിക്ക് ചിന്തിച്ചു നോക്കാൻ കഴിയുന്നില്ല എങ്കിൽ, മറ്റൊരു പെൺകുട്ടി അവൻ്റെ ലൈഫിലേക്ക് വരുന്നത് തനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, അവനു വേണ്ടി തൻ്റെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കാൻ താൻ തയ്യാറാണ് എങ്കിൽ, അവനുമായി ഐ കോണ്ടാക്റ്റിൽ വരുമ്പോൾ തൻ്റെ ഹാർട്ട് ബീറ്റ് റേസ് ആവുന്നുണ്ട് എങ്കിൽ ഉറപ്പിച്ചോ, ആ വ്യക്തിയെ നീ പ്രണയിക്കുന്നുണ്ട്. വിവേക് പറഞ്ഞു നിർത്തി. താങ്ക്സ് വിവേക്, ഞാൻ ഉറപ്പായിട്ടും ഒരു തീരുമാനത്തിലെത്താൻ ശ്രമിക്കാം. ഇപ്പോൾ ഞാൻ അസ്വസ്ഥയാണ്, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് വിവേകിനെയും കൂട്ടി ആവണി പുറത്തേക്ക് നടന്നു. മറുവശത്ത് ആവണിയെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് അവൾ ഇത് ചന്തുവിനോട് പോയി പറയുമോ എന്ന് ഭയന്ന് മീന ആവണിയെ പിന്തുടർന്നിരുന്നു. അപ്പോഴാണ് ആവണി വിവേകിനെയും കൂട്ടി ലൈബ്രറിയിലേക്ക് കയറി പോകുന്നത് മീന കണ്ടത്. അവൾ ആ അവസരം പാഴാക്കാതെ അത് ചന്തുവിനോട് പോയി പറഞ്ഞ് അവനെയും കൂട്ടി ലൈബ്രറിയിലേക്ക് വന്നിരുന്നു. ആവണിയും വിവേകും ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നത് ചന്തു കണ്ടു. പക്ഷേ അവൻ അകത്തേക്ക് കയറാതെ അവർ പുറത്തു വരുന്നതും കാത്ത് ലൈബ്രറിക്ക് വെളിയിൽ കാത്തുനിന്നു. ആവണി ഇറങ്ങി വന്നതും ചന്തു അവളുടെ മുന്നിലേക്ക് ചെന്നു. നീ എന്താ ഇവിടെ? അതെന്താ എന്നെ വിളിക്കാതെ ഇവനുമായിട്ട് ഇത്ര സംസാരിക്കാൻ? ചന്തു ആവണിയോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. ചന്തു, ഞാൻ വെറുതെ വിവേകുമായിട്ട് ഒരു ഫ്രണ്ട്ലി ടോക്ക്, അത്രയുള്ളൂ. ഓഹോ, ഫ്രണ്ട്ലി ടോക്കിനെന്തിനാ ഇങ്ങനെ ഒഴിഞ്ഞ ലൈബ്രറിയിൽ രഹസ്യമായി മീറ്റ് ചെയ്ത് സംസാരിക്കുന്നത്? ക്ലാസ് റൂമിൽ പറ്റില്ലേ? ചന്തു തെറ്റിദ്ധാരണ വെച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. ചന്തുവിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ മുതിർന്നതും പെട്ടെന്ന് അവൾ ചന്തുവിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന മീനയെ ശ്രദ്ധിച്ചു. ഓഹോ, അപ്പോൾ നീയാണല്ലേ ഓരോന്ന് പറഞ്ഞ് ഇവനെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ എത്തിച്ചത്? ആവണി മീനയ്ക്ക് നേരെ തിരിഞ്ഞു. നിന്നോട് സംസാരിച്ചത് ഞാനാണ്. നീ എന്തിനാ മീനയ്ക്ക് നേരെ ചാടിക്കയറുന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറ. ചന്തു ആവണിയെ തടഞ്ഞു. ചന്തു, നീ ഇവളെ വിശ്വസിക്കരുത്. അവൾ നമ്മളെ പിരിക്കാൻ ശ്രമിക്കുക, ആവണി പറഞ്ഞു. അത് ശരിയാണ് ചന്തു. മീനയുടെ ഉദ്ദേശം വേറെയാണ്. അവളുടെ തന്ത്രത്തിൽ വീണ് നിങ്ങൾ വഴക്കുണ്ടാക്കരുത്. ആവണിക്ക് സപ്പോർട്ടായി വിവേക് മുന്നോട്ട് വന്ന് സംസാരിച്ചു. നീ ആരാടാ ഇവൾക്ക് സപ്പോർട്ട് പറയാൻ എന്ന് ചോദിച്ച് ചന്തു വിവേകിനെ പിടിച്ചു തള്ളി അടിക്കാൻ മുതിർന്നു. ആവണി ഇടയിൽ കയറി നിന്നു. ഒരു കാര്യവുമില്ലാതെ നിരപരാധിയായ വിവേകിനെ തല്ലാൻ നിനക്കൊരവകാശവുമില്ല, ആവണി പറഞ്ഞു. ആവണി തടസ്സം പിടിച്ചതും വിവേകിനു വേണ്ടി സംസാരിച്ചതും ചന്തുവിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു. അവൻ ഒന്നും മിണ്ടാതെ നിറഞ്ഞ കണ്ണുകളുമായി ആവണിയെ രൂക്ഷമായി നോക്കിയ ശേഷം അവിടെ നിന്നും നടന്നുപോയി. ഇതെല്ലാം കണ്ട് രസിച്ചു നിന്ന മീന വിജയിച്ച ഭാവത്തിൽ ആവണിയെ നോക്കി ചിരിച്ചു. ശേഷം ചന്തുവിന് പിന്നാലെ പോയി. ആവണി ആദ്യമായി ചന്തുവുമായി വഴക്കുണ്ടാക്കിയ വിഷമത്തിൽ പൊട്ടിക്കരഞ്ഞു. വിവേക് അവളെ സമാധാനിപ്പിച്ചു. ആ സംഭവത്തിന് ശേഷം അവർ പരസ്പരം മിണ്ടാതെയായി. തികച്ചും അപരിചിതരെ പോലെ പെരുമാറാൻ തുടങ്ങി. മീന അവസരം മുതലാക്കി ആവണിയെ വേദനിപ്പിക്കാൻ വേണ്ടി അവളുടെ സാന്നിധ്യത്തിൽ ചന്തുവിനോട് അടുത്തിടപഴകി. പരസ്പരം മിണ്ടാതെ കഴിഞ്ഞു പോകുന്ന ഓരോ നിമിഷവും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ അവരെ സഹായിച്ചു. സൗഹൃദത്തിനപ്പുറം അവർക്ക് തമ്മിൽ പരസ്പരം എന്തൊക്കെയോ ഫീലിങ്സ് ഉള്ളതായി തിരിച്ചറിയാൻ ഈ വേർപാട് കാരണമായി. പതിയെ പതിയെ അവർ പിണക്കമെല്ലാം മറക്കാൻ തുടങ്ങി. ഒന്ന് മിണ്ടാനും പരസ്പരം പഴയതുപോലെ കളിച്ചു ചിരിച്ച് ഇടപഴകാനും രണ്ടുപേരുടെയും മനസ്സ് വെമ്പൽ കൊണ്ടു. പക്ഷേ എല്ലാം ഉള്ളിലൊതുക്കി അവർ പുറത്തഭിനയിച്ചു. അങ്ങനെ ഒരു ദിവസം നാട്ടിലുള്ള ചന്തുവിൻ്റെ ആവണിയുടെയും ഒരു കൂട്ടുകാരിയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ രണ്ടുപേർക്കും ഒരുമിച്ച് പോകേണ്ടി വന്നു. ഒരുപാട് നാളിന് ശേഷം ഒരുമിച്ചുള്ള യാത്ര. അന്ന് ആദ്യമായിട്ട് ആവണി സാരി ഉടുത്ത ദിവസം.
സാരിയിൽ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആവണിയെ ആ വേഷത്തിൽ കണ്ട ശേഷം ചന്തു അവളിൽ നിന്ന് കണ്ണെടുത്തതേയില്ല. അവൻ മാത്രമല്ല, ഒരുപാട് ആൺകുട്ടികൾ വിവാഹം നടക്കുന്ന സ്ഥലത്ത് വെച്ച് ആവണിയെ സൈറ്റ് അടിക്കുന്നുണ്ടായിരുന്നു. ചന്തുവിന് അതൊന്നും കണ്ടിട്ട് തീരെ സഹിച്ചില്ല. ഇടയ്ക്ക് അവസരം മുതലാക്കി ചിലവന്മാർ ആവണിയെ പരിചയപ്പെടാൻ അടുത്തേക്ക് വരാൻ ശ്രമിച്ചു. എന്നാൽ അത് തടയാൻ ചന്തു ഒരു കസേരയിട്ട് അവളുടെ കൂടെ ഇരുന്നു. ചന്തു വന്നടുത്തിരിക്കുന്നതും അവളെ സൈറ്റടിക്കുന്ന പയ്യന്മാരെ ദേഷ്യപ്പെട്ട് രൂക്ഷമായി അവൻ നോക്കുന്നതും കണ്ട് ആവണി ചിരിച്ചു. നീ എന്തിനാ ചിരിക്കുന്നത്? ആവണി ചിരിക്കുന്നത് കണ്ടപ്പോൾ ചന്തു ഗൗരവത്തിൽ ചോദിച്ചു. നിന്റെ ഇരിപ്പും നോട്ടവും കണ്ട് ചിരിച്ചു പോയതാ. ആവണി മറുപടി പറഞ്ഞ് പിന്നെയും ചിരിച്ചു. ഓ, ഓരോത്തമ്മരെ കാണിക്കാൻ ഓരോ വേഷം കെട്ടി ഇറങ്ങിയാ പിന്നെ എന്താ ചെയ്യാ? കാവലിരുന്നല്ലേ പറ്റൂ. എന്നെ വിശ്വസിച്ചല്ലേ നിന്റെ മുത്തശ്ശി കൂടെ അയക്കുന്നേ? എനിക്ക് വേറെ വഴിയില്ലല്ലോ. ചന്തു അവൻ്റെ പ്രവൃത്തിയെ ന്യായീകരിച്ചു. എൻ്റെ പൊന്നോ, ഒരു സാരി ഉടുത്തത് ഇത്ര വലിയ തെറ്റാണോ? എന്നാൽ ഇനി മേലാൽ ഞാൻ സാരി ഉടുക്കുന്നില്ല. പ്രശ്നം തീർന്നില്ലേ? ആവണി പിണങ്ങി. ഓ, ഇതിൻ്റെ പേരിൽ സാരി ഉടുക്കാതിരിക്കുകയൊന്നും വേണ്ട. ഈ വേഷത്തിൽ കാണാൻ കുറച്ച് വൃത്തിയൊക്കെ ഉണ്ട്. ചന്തു പറയുന്നത് കേട്ട് ആവണി വീണ്ടും പുഞ്ചിരിച്ചു. പെട്ടെന്നാണ് അവളുടെ കയ്യിലുണ്ടായിരുന്ന നാരങ്ങ നിലത്തേക്ക് വീണത്. ചന്തുവും ആവണിയും അതെടുക്കാൻ ഒരേ സമയം കുനിഞ്ഞു. രണ്ടുപേരുടെയും തല കൂട്ടിമുട്ടി. തല തടവിക്കൊണ്ട് അവർ പരസ്പരം നോക്കി. അവരുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കി. അവരുടെ ചുണ്ടുകൾ കൂട്ടിമുട്ടാൻ ഒരു നുള്ളകലം മാത്രം. കുറച്ചുനേരം പരിസരം മറന്ന് അവർ കണ്ണുകളിൽ നോക്കിയിരുന്നു. രണ്ടുപേരുടെയും ശ്വസനത്തിൻ്റെ അളവ് കൂടി. പെട്ടെന്നൊരു ശബ്ദം. രണ്ടുപേരുടെയും ദൃഷ്ടി തെറ്റി. അവർ നിവർന്നിരുന്നു. പരിഭ്രമത്തിൽ മറ്റെവിടേക്കോ ലക്ഷ്യബോധമില്ലാതെ കണ്ണോടിച്ചു. രണ്ടുപേരുടെയും നെഞ്ചെടുപ്പ് കൂടി. ശരീരം വിയർക്കാൻ തുടങ്ങി. ആ സമയത്തുണ്ടായ അനുഭവം രണ്ടുപേർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. വിവാഹ ചടങ്ങ് കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയ ശേഷവും അവർ അതിനെക്കുറിച്ചുള്ള ചിന്തയിൽ തന്നെയായിരുന്നു. വിവേക് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചന്തുവിൻ്റെ കൂടെ ആവണിക്ക് കണക്റ്റ് ആവുന്നുണ്ട് എന്ന് ഇന്നത്തെ സംഭവം കൂടി കഴിഞ്ഞപ്പോൾ ആവണിക്ക് ബോധ്യപ്പെട്ടു. അവൾ ചന്തുവിനെ പ്രണയിക്കുന്നുണ്ടെന്ന് ഉറപ്പിച്ചു. പക്ഷേ ചന്തുവിന് എത്ര ചിന്തിച്ചിട്ടും ഒരു തീരുമാനത്തിലെത്തിച്ചേരാൻ കഴിഞ്ഞില്ല. ആവണി കൂടെയുള്ളപ്പോൾ ഉണ്ടാകുന്ന ഈ പുതിയ അനുഭവങ്ങൾ എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ട് തല പുകഞ്ഞ് ഒരു സ്വൈര്യവും കിട്ടാതെ ചന്തു അവൻ്റെ കൂട്ടുകാരൻ അഖിലിനെ കാണാൻ പോയി. അവർ പുഴക്കരയിൽ വെച്ച് മീറ്റ് ചെയ്തു. ചന്തു കുറേ നേരം പുഴയിലേക്ക് നോക്കി നിന്നു. ശേഷം കയ്യിലുണ്ടായിരുന്ന കല്ല് പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ് തിരിഞ്ഞു നടന്നു വന്ന് അഖിലിനോട് അവൻ്റെ പ്രശ്നങ്ങൾ പറയാൻ തുടങ്ങി. എടാ അഖിലേ, എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ലടാ. ആകെ മനസ്സൊക്കെ കലങ്ങി മറിഞ്ഞ ഒരവസ്ഥ. ചന്തു നിരാശയോടെ പറഞ്ഞു. അതെന്താടാ ഇപ്പോൾ അങ്ങനെ? നീ വല്ല പ്രേമത്തിലും ചെന്നുപെട്ടോ? അഖിൽ ചോദിച്ചു. അതൊന്നുമല്ല. അവളില്ലേ, ആവണി, അവളായിപ്പോഴത്തെ എൻ്റെ പ്രശ്നം. നിനക്കറിയോ, ഒരു ദിവസം പോലും പിണങ്ങിയിരിക്കാത്ത ഞങ്ങൾ ഇപ്പോൾ നേരെ ചൊവ്വേ മുഖത്തു നോക്കി സംസാരിച്ചിട്ട് ആഴ്ചകളായി. എല്ലാം അവൻ ഒറ്റയൊരുത്തൻ കാരണമാണ്, ആ വിവേക്. അവനെ എൻ്റെ കയ്യിൽ കിട്ടിയ ഉറപ്പായിട്ടും രണ്ട് പൊട്ടിക്കും ഞാൻ. ചന്തുവിന് അവൻ്റെ അരിശം അടക്കാനായില്ല. വിവേകോ? അതാരാ? പുതിയ കഥാപാത്രമാണല്ലോ, അഖിൽ ചോദിച്ചു. അവൻ ഞങ്ങളുടെ ക്ലാസ്മേറ്റാ. അവൻ ആവണിയോട് കടുത്ത പ്രേമം. ഒരു തവണ അവളെ പ്രപ്പോസൊക്കെ ചെയ്തു. ഓഹോ, എന്നിട്ട് അവൾ എസ് പറഞ്ഞോ? അഖിൽ കൗതുകത്തോടെ ചോദിച്ചു. അവൾ എസ് ഒന്നും പറഞ്ഞില്ല. നിനക്കെന്താ അതറിയാൻ ഇത്ര ആകാംക്ഷ? നിന്റെ മുഖഭാവം കണ്ടിട്ട് അവൾ എസ് പറയണമെന്ന് നീ കൂടുതൽ ആഗ്രഹിക്കുന്ന പോലെ ഉണ്ടല്ലോ. ചന്തു അഖിലിനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. ഷെടാ, നീ എന്തിനാ എൻ്റെ നേരെ ചാടി കടിക്കുന്നത്? ഞാനൊരു കൗതുകം കൊണ്ട് ചോദിച്ചതല്ലേ. അവൾ ഭാവിയിൽ എന്തായാലും ആരെങ്കിലും സ്നേഹിക്കുകയോ വിവാഹം കഴിക്കുകയോ ഒക്കെ ചെയ്യില്ലേ? നിന്റെ വിചാരം എന്താ അവൾ എന്നും നിന്റെ കൂടെ ഉണ്ടാവുമെന്നോ? അവളുടെ മുത്തശ്ശനും മുത്തശ്ശിക്കും പ്രായം കൂടി വരുമല്ലേ. മിക്കവാറും ഡിഗ്രി കഴിഞ്ഞ് ഏതെങ്കിലും ഒരുത്തനെ കണ്ടുപിടിച്ച് അവളെ കെട്ടിച്ചു വിടും, അതുറപ്പാ, അഖിൽ പറഞ്ഞു. അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? അവളെ അങ്ങനെ ഏതെങ്കിലും ഒരുത്തൻ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നതൊന്നും ഞാൻ സമ്മതിക്കില്ല, ചന്തു വാശി പിടിച്ചു. അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം? അല്ല, അവൾ പ്രേമിക്കാനും കല്യാണം കഴിക്കാനും സമ്മതിക്കില്ലെന്ന് നീ ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്തിനാ? എന്താ നിന്റെ മനസ്സിൽ? നിനക്ക് അവളോട് പ്രേമം വല്ലതും ഉണ്ടോ? അഖിലിൻ്റെ ചോദ്യം കേട്ട് ചന്തു ഒരു നിമിഷം മറുപടി പറയാൻ കഴിയാതെ പതറി. അത് എനിക്കറിയില്ല, അവൻ വിക്കി വിക്കി പറഞ്ഞു.
മോനെ ചന്തുമോനെ, നിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു ഘട്ടം കഴിഞ്ഞാൽ അവൾ നഷ്ടപ്പെടുമെന്ന് ബോധ്യം വന്നപ്പോൾ സൗഹൃദം എന്ന മറവിൽ മനസ്സിനുള്ളിൽ കിടന്ന പ്രണയം പുറത്തു ചാടി. അതല്ലേ നിന്റെ പ്രശ്നം? അഖിൽ ചോദിച്ചു. എടാ, സത്യമായിട്ടും എനിക്കറിയില്ല അവനിയോട് എനിക്ക് അങ്ങനെ പ്രണയമുണ്ടോ എന്ന്. പക്ഷേ ചിന്തിച്ചു നോക്കുമ്പോൾ അവളെ ആർക്കും വിട്ടുകൊടുക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അതിനെ പ്രണയം എന്നാണോ പറയുന്നത്? എനിക്കറിയില്ല. ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. ചന്തുവിൻ്റെ മറുപടി കേട്ട് അഖിലിന് കാര്യം മനസ്സിലായി. ഇതത് തന്നെ. ഇത്രയും നാൾ കൂട്ടുകാരായിട്ട് നടന്നതുകൊണ്ട് അത് തിരിച്ചറിയാൻ പറ്റിയില്ല എന്ന് മാത്രം. നീ അവളോട് ഇതിനെപ്പറ്റിയെല്ലാം തുറന്ന് സംസാരിക്കാൻ നോക്ക്. എന്നിട്ട് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാക്ക്. പിന്നീട് പറയാതെ പോയല്ലോ എന്നോർത്ത് ദുഃഖിക്കേണ്ടി വരില്ലല്ലോ. ഇപ്പോ ഞാൻ പോവുക. സന്ധ്യ ആവാറായി. ചേച്ചി അളിയനും വന്നിട്ടുണ്ട് വീട്ടിൽ. അമ്മ തിരക്കും. അഖിൽ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. ഓക്കെ, ഇനി കാണുമ്പോൾ നിനക്ക് എന്നോട് പറയാൻ ഒരു നല്ല വാർത്തയുണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് അഖിൽ തിരികെ വീട്ടിലേക്ക് പോയി. ചന്തു കുറേ നേരം ആ പുഴയോരത്തിരുന്ന് ഓരോന്ന് ചിന്തിച്ചു. ആവണിയോട് അവന് പ്രണയമാണെന്ന് തിരിച്ചറിഞ്ഞ അവൻ അത് അവളോട് തുറന്നു പറയാൻ ഒരവസരത്തിനു വേണ്ടി കാത്തിരിപ്പായി. പിറ്റേന്ന് ഒരു കോളേജ് ഡേ. ഗ്രൂപ്പ് തിരിച്ച് ചെയ്ത പ്രോജക്റ്റുകളിൽ ഏറ്റവും ബെസ്റ്റ് പ്രോജക്റ്റ് ആവണിയുടെ ഗ്രൂപ്പിൻ്റേതാണെന്ന് പ്രൊഫസർ അറിയിച്ചു. ആ ഗ്രൂപ്പിൻ്റെ ലീഡർ ആവണി ആയതുകൊണ്ട് എല്ലാവരും അവളെ അഭിനന്ദിച്ചു. ആവണി വളരെ സന്തോഷത്തിലായിരുന്നു. എന്നാൽ ഇതൊന്നും മീനയ്ക്ക് ഒട്ടും സഹിച്ചില്ല. ആവണിയോടുള്ള പ്രതികാര ബുദ്ധി അവളുടെ കണ്ണുകളെ ഇരുട്ടാക്കി. ആവണിക്ക് ഒരു പണി കൊടുക്കാൻ അവൾ തീരുമാനിച്ചു. ബ്രേക്ക് ടൈമിൽ ചന്തു ക്ലാസ്സിന് വെളിയിലേക്ക് പോയ സമയത്ത് ആവണിയെ അഭിനന്ദിക്കാൻ എന്ന പേരിൽ മീന ആവണിയെ സമീപിച്ചു. മീന ആവണിയുടെ അടുത്ത് വന്ന് നിന്ന് കൺഗ്രാജുലേഷൻ പറഞ്ഞു. ശേഷം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ കൈ നീട്ടി. ആവണി വെറുപ്പ് കാട്ടാതെ അവൾക്ക് കൈ കൊടുക്കാൻ കൈ നീട്ടിയതും മീന വിരലുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന മുട്ടുസൂചി നിവർത്തിപ്പിടിച്ച് ആ സൂചി ആവണിയുടെ കൈപ്പത്തിയിൽ തറച്ചു കയറുന്ന വിധം 2 കൈകൊണ്ടും ആവണിയുടെ കൈപ്പത്തി അമർത്തിപ്പിടിച്ചു. ആവണി വേദന കൊണ്ട് ബഹളം വെച്ചു. ആ സമയത്ത് വിവേക് ക്ലാസ്സിലുണ്ടായിരുന്നു. മീന ആവണിയെ അപായപ്പെടുത്തുന്നതാണെന്ന് മനസ്സിലാക്കിയ വിവേക് ഓടി വന്ന് മീനയെ തള്ളി മാറ്റി. ആവണിയുടെ കയ്യിൽ തറച്ചു കയറിയ സൂചിയുടെ തുമ്പത്തുകൂടി രക്തം പൊടിയാൻ തുടങ്ങി. ഇത് കണ്ട് ദേഷ്യം വന്ന വിവേക് മീനയുടെ കവിളിലടിച്ചു. നീ എന്നെ തല്ലിയല്ലേ, ഇതിനുള്ള പണി നിനക്ക് ഞാൻ വേറെ തരാം എന്ന് പറഞ്ഞ് മീന ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവൾ നേരെ പോയത് ചന്തുവിനെ കൂട്ടിക്കൊണ്ടുവരാനായിരുന്നു. വിവേക് ആവണിയോട് മോശമായി പെരുമാറുന്നു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവൾ ചന്തുവിനെയും കൂട്ടി ക്ലാസ്സിലേക്ക് നടന്നു. മറുവശത്ത് തറച്ചു കയറിയ സൂചി ആവണിയുടെ കയ്യിൽ നിന്ന് വലിച്ചെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു വിവേക്. ആവണി പേടിച്ച് കൈ പിറകിലേക്ക് വലിക്കുന്നുണ്ടായിരുന്നു. മീന പറഞ്ഞത് വിശ്വസിച്ച് ക്ലാസിൻ്റെ ഡോറിന് മുന്നിലെത്തിയ ചന്തു നോക്കുമ്പോൾ ആവണി കരഞ്ഞുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ് കൈ പിറകിലേക്ക് വലിക്കുന്നതും വിവേക് നിർബന്ധപൂർവം 2 കൈകൊണ്ട് ആവണിയുടെ കൈ മുന്നോട്ട് വലിക്കുന്നതുമാണ്. ഇത് കണ്ട് വിവേക് ആവണിയുടെ കയ്യിൽ ബലാത്കാരമായി കയറി പിടിക്കുന്നു എന്ന് തെറ്റിദ്ധരിച്ച് ക്ലാസ്സിനുള്ളിലേക്ക് കയറി വന്ന ചന്തു വിവേകിനെ നിലത്തേക്ക് തള്ളിയിട്ട് അവൻ്റെ പുറത്തു കയറിയിരുന്ന് മുഖത്ത് ആഞ്ഞടിച്ചു. ആവണി എങ്ങനെയൊക്കെയോ ചന്തുവിനെ വലിച്ചെഴുന്നേൽപ്പിച്ച് മാറ്റി നിർത്തി. ചന്തു, നീ എന്താ ഈ കാണിക്കുന്നത്? നിനക്ക് ഭ്രാന്താണോ? അവൾ ദേഷ്യപ്പെട്ട് ഉച്ചത്തിൽ ചോദിച്ചു. അതേടി, എനിക്ക് ഭ്രാന്ത. നിന്നോട് മോശമായിട്ട് പെരുമാറിയവനോട് കാണിക്കാതെ നീ എന്നോട് ദേഷ്യം കാണിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, ചന്തു ആക്രോശിച്ചു. അതിന് വിവേക് എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല, ആവണി അവനെ ന്യായീകരിച്ചു. ഓഹോ, ഒരുത്തൻ ബലമായി നിന്റെ കയ്യിൽ കയറി പിടിച്ചിട്ടും നിനക്കത് മോശമായിട്ട് തോന്നിയില്ല അല്ലേ? പക്ഷേ എനിക്കങ്ങനെയല്ല. എൻ്റെ കൺമുന്നിൽ വെച്ച് നിന്റെ ദേഹത്തൊരുത്തൻ തൊടുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. അത് ഏത് തമ്പുരാനായാലും ഞാൻ ഇടിക്കും. ബിക്കോസ് ഐ ലവ് യു. നീ എൻ്റെ പെണ്ണാ, ചന്തു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ആവണി ഇപ്പോൾ കേട്ടത് ചന്തുവിൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിച്ചതാണെങ്കിലും അത് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ കേൾക്കേണ്ടി വന്നപ്പോൾ അവൾക്ക് തിരിച്ചൊന്നും പ്രതികരിക്കാനായില്ല. ആവണി അവളുടെ ദേഷ്യം മാറ്റി പതിയെ നടന്ന് ചന്തുവിൻ്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു. ചന്തു, നീ ഇപ്പോൾ ചെയ്തത് തെറ്റാണ്. നീ വിവേകിനെ തല്ലാൻ പാടില്ലായിരുന്നു.
നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. വിവേകിനിപ്പോൾ എന്നോട് പ്രേമമൊന്നുമില്ല. അവൻ എന്നെ ഒരു നല്ല ഫ്രണ്ടായിട്ടാണ് കാണുന്നത്. നിനക്കറിയോ, എനിക്ക് നിന്നോടുള്ളത് വെറും സൗഹൃദം മാത്രമല്ല, അതിനപ്പുറം നിന്നോടൊരു ഫീലിങ്സ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് അവനാ. ഞാൻ നിന്നെ ഇപ്പോൾ പ്രണയിക്കുന്നുണ്ടെന്നും അവനറിയാം. അവണി അത്രയും പറഞ്ഞ ശേഷം അവളുടെ കൈ ഉയർത്തി ചന്തുവിനെ കാണിച്ചു. എൻ്റെ കയ്യിൽ തറച്ചു കയറിയ ഈ സൂചി വലിച്ചെടുക്കാനാ വിവേക് ശ്രമിച്ചത്. അവൾ പറഞ്ഞു നിർത്തി കരയാൻ തുടങ്ങി. ചന്തു വേഗം തന്നെ ആവണിയുടെ കയ്യിൽ തറച്ച സൂചി വലിച്ചൂരിയെടുത്തു. ഇതെങ്ങനെയാ നിന്റെ കയ്യിൽ കയറിയത്? ചന്തു ചോദിച്ചു. ആവണി മീനയുടെ നേരെ കൈ ചൂണ്ടി. അവള് മനഃപൂർവ്വം എൻ്റെ കയ്യിൽ ഈ സൂചി തറച്ചു കയറ്റിയതാ. മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയിൽ അവൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട് ചന്തു. ആവണി എല്ലാ കാര്യങ്ങളും ചന്തുവിനോട് വിവരിച്ചു. എല്ലാം കേട്ട ശേഷം ചന്തു മീനയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു. മീന ചെറിയ ഭയത്തോടെ ചുറ്റും നോക്കിക്കൊണ്ട് ഒന്നും മിണ്ടാതെ നിന്നു. ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ഒന്നും അറിയാത്ത പോലെ നീ കുറച്ചു മുൻപ് എന്നോട് എന്താ പറഞ്ഞത്? എങ്ങനെ സാധിക്കുന്നു നിനക്കിതൊക്കെ? ഞാൻ നിന്നെ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് കണ്ടത്. എനിക്ക് തെറ്റി. എൻ്റെ ഫ്രണ്ടാവാൻ പോയിട്ട് എൻ്റെ പരിസരത്ത് പോലും വരാൻ യോഗ്യതയില്ലാത്തവളാണ് നീ എന്ന് തെളിയിച്ചു. എടീ, ഒരാളോട് ഇഷ്ടം തോന്നിയാൽ അത് അയാളോട് തുറന്നു പറയണം. എസ് ഓർ നോ പറയുന്നത് അവൻ്റെ ഇഷ്ടത്തിന് വിടണം. അല്ലാതെ അവൻ്റെ ചുറ്റുമുള്ള സന്തോഷം ഇല്ലാതാക്കിക്കൊണ്ട് അവൻ്റെ സ്നേഹം പിടിച്ചടക്കാൻ ശ്രമിക്കുന്നത് ഒരുതരം ചെറ്റത്തരമാണ്. നിന്നോടിതൊന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. പിന്നെ നീ ആവണിക്ക് കൊടുത്ത ഗിഫ്റ്റ് അവൾക്ക് വേണ്ട. അത് നിനക്ക് തന്നെ തിരിച്ചു തരാം എന്ന് പറഞ്ഞ് ചന്തു മീനയുടെ കയ്യിൽ പിടിച്ചു. അവളുടെ കൈപ്പത്തി നിവർത്തി വെച്ച് ആവണിയുടെ കയ്യിൽ നിന്ന് ഊരിയെടുത്ത മുട്ടുസൂചി അവളുടെ കയ്യിൽ കുത്തിപ്പിടിച്ച് അമർത്തി. മീന വേദന കൊണ്ട് കരയാൻ തുടങ്ങി. ആവണി ഓടി വന്ന് ചന്തുവിനെ തടഞ്ഞ് പിടിച്ചുമാറ്റി. മീന നാണം കെട്ട് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. ചന്തു വിവേകിനോട് ആത്മാർത്ഥമായി സോറി പറഞ്ഞു. അവർ പിന്നീട് നല്ല സുഹൃത്തുക്കളായി മാറി. പരസ്പരം പ്രണയിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ആവണിയും ചന്തുവും പഴയതിലും സ്നേഹത്തിൽ അവരുടെ പ്രണയ ദിനങ്ങൾ ആഘോഷിക്കാൻ തുടങ്ങി. രണ്ടുപേരുടെയും പ്രണയം വീട്ടിൽ പറഞ്ഞു. എല്ലാവർക്കും സമ്മതം. പഠിച്ചു കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ കിട്ടേണ്ട താമസം. വിവാഹം നടത്താമെന്ന് എല്ലാവരും തീരുമാനിച്ചു. കാര്യങ്ങൾ അങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ചന്തുവിൻ്റെ ജീവിതത്തിൽ താളപ്പിഴകൾ സംഭവിക്കാൻ തുടങ്ങി. പുറമേ കളിച്ചു ചിരിച്ച് നടക്കുന്നുണ്ടെങ്കിലും ചന്തുവിൻ്റെ കുടുംബത്തിലെ അവസ്ഥ വളരെ മോശമായിരുന്നു. അവൻ്റെ ഇതുവരെയുള്ള ജീവിതയാത്ര വളരെ ദുഃഖപൂർണമായിരുന്നു. ലോറി ഡ്രൈവറായിരുന്ന ചന്തുവിൻ്റെ മുത്തശ്ശൻ മാസത്തിൽ 2-3 തവണ മാത്രമായിരുന്നു വീട്ടിലേക്ക് വരാറുള്ളത്. നല്ല മദ്യപാനിയായ മുത്തശ്ശൻ ഒരു പ്രാവശ്യം വീട്ടിലേക്ക് വന്നപ്പോൾ ഒപ്പം ഒരു തമിഴൻ ചെറുപ്പക്കാരൻ പയ്യനുമുണ്ടായിരുന്നു. ഉദ്ദേശം 18 തികഞ്ഞ ചന്തുവിൻ്റെ അമ്മയെ തമിഴനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കൽ. എല്ലാവരും ഒരുപാട് എതിർത്തെങ്കിലും വാശി പിടിച്ച് മുത്തശ്ശൻ ആ വിവാഹം നടത്തി. വിവാഹം കഴിഞ്ഞ് വെറും 2 മാസം മാത്രം ചന്തുവിൻ്റെ അമ്മയോടൊപ്പം കഴിഞ്ഞ ശേഷം അയാൾ ഉപേക്ഷിച്ചു പോയി. പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല. അയാൾ പോയ ശേഷമാണ് ചന്തുവിൻ്റെ അമ്മ ഗർഭിണിയാവുന്നതും ചന്തുവിനെ ജന്മം നൽകുന്നതും. ഭർത്താവില്ലാതെ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്നതിൻ്റെ എല്ലാ പ്രയാസവും ചന്തുവിൻ്റെ അമ്മ നേരിട്ടിരുന്നു. എന്നിട്ടും മറ്റൊരു വിവാഹം കഴിക്കാതെ അമ്മ ചന്തുവിന് വേണ്ടി ജീവിച്ചു. മുത്തശ്ശിയും മാമനും മാമൻ്റെ ഭാര്യയും മക്കളും അടങ്ങിയ വീട്ടിലാണ് ചന്തുവും അമ്മയും താമസിക്കുന്നത്. സ്വന്തം മകളായിട്ടുകൂടി മുത്തശ്ശിക്ക് ചന്തുവിൻ്റെ അമ്മയെ തീരെ ഇഷ്ടമല്ലായിരുന്നു. കുത്തുവാക്കുകൾ പറഞ്ഞും വഴക്കിട്ടും മുത്തശ്ശി അമ്മയെ വേദനിപ്പിക്കുമായിരുന്നു. ആ വീട് പോലും മുത്തശ്ശി മാമൻ്റെ പേരിലാണ് എഴുതി വച്ചിരിക്കുന്നത്. ചെറിയ പ്രായം മുതലേ ജോലി ചെയ്യുന്ന ചന്തുവിൻ്റെ അമ്മ വീട്ടുചിലവുകളെല്ലാം ഒറ്റയ്ക്കാണ് നോക്കിയത്. എന്നിട്ടും അമ്മയും ചന്തുവും ആഹാരം കഴിക്കുന്നതിൻ്റെ കണക്ക് മുത്തശ്ശി പറയുമായിരുന്നു. ഇതെല്ലാം സഹിച്ചാണ് അവർ അവിടെ ജീവിച്ചത്. ഇപ്പോഴത്തെ പ്രശ്നം ചന്തുവിന് ബൈക്ക് വാങ്ങിക്കൊടുത്തതാണ്. ബൈക്കിൻ്റെ തവണകൾ അടയ്ക്കാൻ അമ്മയുടെ ശമ്പളത്തിൽ നിന്ന് ഒരു തുക നീക്കി വെക്കുന്നത് മുത്തശ്ശിക്ക് ഇഷ്ടമല്ലായിരുന്നു. ശമ്പളം കിട്ടുന്ന മുഴുവൻ തുകയും മുത്തശ്ശിയെ ഏൽപ്പിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. ഇന്ന് അങ്ങനെയൊരു ശമ്പള ദിവസമായിരുന്നു. ജോലി കഴിഞ്ഞ് ബൈക്കിൻ്റെ തവണ അടച്ച ശേഷം ബാക്കി തുകയുമായി അമ്മ വീട്ടിലെത്തി അത് മുത്തശ്ശിയെ ഏൽപ്പിച്ചു. തുക കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. സഹികെട്ടപ്പോൾ ചന്തുവിൻ്റെ അമ്മ തിരിച്ച് പ്രതികരിച്ചു. വഴക്ക് വലുതായപ്പോൾ മദ്യലഹരിയിലായിരുന്ന മാമൻ അമ്മയെ തല്ലി. സ്വന്തം അമ്മയെ തല്ലുന്നത് കണ്ടു നിൽക്കാൻ ചന്തുവിന് പറ്റിയില്ല.
അവൻ വഴക്കിനിടയിൽ കയറി. അവസാനം അതൊരു തമ്മിൽ തല്ലിൽ കലാശിച്ചു. മുത്തശ്ശി രാത്രി ഏറെ വൈകിയെന്ന് പോലും നോക്കാതെ അമ്മയോടും ചന്തുവിനോടും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടു. സഖിയിട്ട് ഉള്ളതെല്ലാം വാരിക്കെട്ടി ചന്തു അമ്മയും കൂട്ടി ആ വീട്ടിൽ നിന്നും ഇറങ്ങി. ചന്തു അമ്മയും കൂട്ടി നേരെ വന്നത് ആവണിയുടെ വീട്ടിലേക്കാണ്. ആ വീട്ടിൽ ചന്തുവിൻ്റെ അമ്മയുടെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് അവർ എടുത്ത തീരുമാനത്തെ ആരും ചോദ്യം ചെയ്തില്ല. ചന്തു മോനെ, നീ വിഷമിക്കേണ്ട. എത്ര നാൾ വേണമെങ്കിലും നിനക്ക് ഞങ്ങൾക്കൊപ്പം കഴിയാം. നീ പഠിച്ച് ഒരു ജോലി വാങ്ങിയ ശേഷം ബാക്കിയൊക്കെ നോക്കാം. മുത്തശ്ശൻ ചന്തുവിനെ ആശ്വസിപ്പിച്ചു. ഇല്ല മുത്തശ്ശ, ഞാൻ പോണ്ടിച്ചേരിക്ക് പോവുക, അമ്മയും കൂട്ടി, ചന്തു പറഞ്ഞു. പോണ്ടിച്ചേരിക്കോ? എന്തിന്? നീ നിന്റെ അച്ഛനെ തിരക്കി പോകാനാണോ തീരുമാനം? ഇത്രയും നാളും തിരക്കി വരാത്തവൻ, ഒന്ന് തിരിഞ്ഞു നോക്കാത്തവൻ, ഒരു സുപ്രഭാതത്തിൽ നീ ചെന്ന മകനാണെന്ന് പറഞ്ഞാൽ അവൻ നിന്നെ അംഗീകരിക്കുമോ? മുത്തശ്ശൻ ചോദിച്ചു. എനിക്കാരുടെയും അംഗീകാരവും അവകാശവും ഒന്നും വേണ്ട. ഞാൻ അതിനു വേണ്ടിയല്ല പോകുന്നത്. എനിക്ക് അയാളുടെ ഒരൊപ്പു മാത്രം മതി, ചന്തു പറഞ്ഞു. അത് കേട്ട് എല്ലാവരും ഒന്നും മനസ്സിലാവാതെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ഇത് കണ്ട് ചന്തുവിൻ്റെ അമ്മ മുന്നോട്ട് വന്ന് സംസാരിച്ചു. അത് വേറൊന്നുമല്ല, അയാളുടെ എൻ്റെ വിവാഹ സമയത്ത് അച്ഛൻ ആരോടും പറയാതെ ലോറി ഓടിച്ച് കിട്ടിയ ഒരു 25,000 രൂപ എൻ്റെ അയാളുടെയും പേരിൽ ഇവിടുത്തെ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അയാൾ എന്നെ ഉപേക്ഷിച്ചു പോയ ശേഷം ഒരു തവണ വീട്ടിൽ വന്നപ്പോൾ കുറ്റബോധം കാരണം എന്നെ കെട്ടിപ്പിടിച്ച് അച്ഛൻ ഒരുപാട് കരഞ്ഞു. അന്നാണ് ഈ ബാങ്കിൻ്റെ പാസ്ബുക്ക് എന്നെ അച്ഛൻ ഏൽപ്പിച്ചത്. അന്നു മുതൽ ആരെയും കാണിക്കാതെ ഞാനത് സൂക്ഷിച്ചു വെച്ചു. എന്നെങ്കിലും എൻ്റെ മകന് ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതി. ഇത്രയും പറഞ്ഞ് അമ്മ പൊട്ടിക്കരയാൻ തുടങ്ങി. അതെ മുത്തശ്ശ, 2 മാസങ്ങൾക്ക് മുമ്പാണ് അമ്മ എന്നെ ഈ പാസ്ബുക്ക് കാണിക്കുന്നത്. ഇത്രയും വർഷമായില്ലേ, അതിപ്പോൾ നല്ലൊരു തുകയായി കാണും. പക്ഷേ ഇവരുടെ 2 പേരുടെയും പേരിലായതുകൊണ്ട് അയാളുടെ ഒപ്പുകൂടി ഉണ്ടെങ്കിലേ പൈസ എടുക്കാൻ പറ്റൂ. അതെടുത്ത് ചെറിയൊരു വീടും വസ്തുവും മേടിച്ചാൽ ഇനിയുള്ള കാലമെങ്കിലും ആരുടെയും കുത്തുവാക്കും കണക്ക് പറച്ചിലും കേൾക്കാതെ സ്വസ്ഥമായി കഴിയാലോ, എനിക്കും എൻ്റെ അമ്മയ്ക്കും, ചന്തു പറഞ്ഞു. ഇത്രയും വർഷമായല്ലോ, ഒരു പക്ഷേ നിന്റെ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിലോ? ആവണി അവളുടെ സംശയം പറഞ്ഞു. അയാളുടെ അഡ്രസ്സ് ഉണ്ടല്ലോ കയ്യിൽ, അവിടെ ചെന്ന് അയാളുടെ ബന്ധുക്കളെ ആരെങ്കിലും കണ്ടുപിടിച്ച് ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ ലീഗലി എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ചന്തു പറഞ്ഞു. അപ്പോൾ നീ പോകാൻ തന്നെ തീരുമാനിച്ചോ? ആവണി സങ്കടത്തോടെ ചോദിച്ചു. പോണം. നീ പോയി ആദ്യം അന്വേഷിക്കും മോനെ, അമ്മ ഇവിടെ നിൽക്കട്ടെ, മുത്തശ്ശി പറഞ്ഞു. അത് പറ്റില്ല മുത്തശ്ശി, അമ്മ കൂടെ വരണം. അമ്മയ്ക്ക് മാത്രമല്ലേ അയാളെ കണ്ട് പരിചയമുള്ളൂ. അതുമാത്രമല്ല, ഞാൻ ഒറ്റയ്ക്ക് കയറി ചെന്നാൽ അവർ വിശ്വസിക്കണമെന്നുമില്ല. എൻ്റെ ഒരു ഫ്രണ്ട് പോണ്ടിച്ചേരിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അവനെ വിളിച്ച് എല്ലാം സെറ്റ് ചെയ്യാം. പറ്റിയ നാളെ തന്നെ പുറപ്പെടണം, ചന്തു പറഞ്ഞു. എന്തായാലും നല്ലത് നടക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിങ്ങൾ വല്ലതും കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക്, രാവിലെ പോകാനുള്ളതല്ലേ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ പുറത്തേക്കിറങ്ങി നടന്നു. മുത്തശ്ശി അടുക്കളയിൽ കയറി അവർക്ക് വേണ്ടി ആഹാരം തയ്യാറാക്കാൻ തുടങ്ങി. കൂടെ സഹായത്തിന് ചന്തുവിൻ്റെ അമ്മയും. ചന്തു നാളെ പോകാനുള്ള ഡ്രസ്സും സാധനങ്ങളും ബാഗിൽ പാക്ക് ചെയ്യുന്ന തിരക്കിലും. ആവണി പതിയെ നടന്ന് ചന്തുവിൻ്റെ അടുത്തേക്ക് ചെന്നു നിന്നു. അവളുടെ മുഖത്ത് നല്ല വിഷമമുണ്ടായിരുന്നു. എന്ത് പറ്റി? മുഖത്ത് കടന്നൽ വല്ലതും കുത്തിയോ? തടിച്ച് വീർത്ത് പൊട്ടാറായല്ലോ. ആവണിയുടെ മുഖം ശ്രദ്ധിച്ച ചന്തു അവളെ കളിയാക്കി. ആവണി പതിവ് പോലെ അവൻ്റെ മുതുകത്ത് ഒരിടി കൊടുത്തു. നീ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരുമോ? അവൾ ചോദിച്ചു. നീ ഇമ്മാതിരി ഇടിയായി ഇടിക്കുന്നെങ്കിൽ ഈ അടുത്തൊന്നും ഞാൻ തിരിച്ചു വരില്ല, മുതുക് തടവിക്കൊണ്ട് ചന്തു പറഞ്ഞു. ആവണി അവൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്ന് മുതുക് തടവിക്കൊടുത്തു. എന്നാൽ ഞാനിനി ഒരിക്കലും ഇടിക്കൂല. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് വരുമോ? ആവണി കൊഞ്ചി ചോദിച്ചു. എടി പൊട്ടി പെണ്ണെ, ഞാൻ പെട്ടെന്ന് വരും. ഇവിടെ എൻ്റെ ആവണിക്കുട്ടിയെ തനിച്ചാക്കിയിട്ട് അവിടെ സമാധാനമായിട്ടിരിക്കാൻ എനിക്ക് പറ്റുമോ? അവൻ അവളെ സമാധാനിപ്പിച്ചു. നീ വരുന്നതും കാത്ത് ഞാനിവിടെ ഇരിക്കുവേ, അവൾ സ്നേഹത്തോടെ പറഞ്ഞു. ഓഹോ, കാത്തിരിക്കൂ? എനിക്ക് വേണ്ടി നീ എത്ര നാൾ കാത്തിരിക്കും? ചന്തു കൗതുകത്തോടെ ചോദിച്ചു. നീ ഇപ്പോഴല്ലേ പറഞ്ഞത് പെട്ടെന്ന് വരുമെന്ന്? അത് ഞാൻ പെട്ടെന്ന് വരും. പക്ഷേ നീ കാത്തിരിക്കൂ എന്ന് പറഞ്ഞില്ലേ? എനിക്ക് വേണ്ടി എത്ര നാൾ വരെ നിനക്ക് കാത്തിരിക്കാൻ പറ്റും? വർഷങ്ങൾ കാത്തിരിക്കോ? ഒന്ന് പറഞ്ഞേ, ഞാൻ കേൾക്കട്ടെ, അവൻ ആകാംക്ഷയോടെ ചോദിച്ചു.
ഞാൻ മരിക്കുന്നത് വരെ വേണമെങ്കിലും നിനക്ക് വേണ്ടി കാത്തിരിക്കും, ആവണി പറഞ്ഞു. അത് കേട്ടപ്പോൾ ചന്തുവിന് ഒരേ സമയം വിഷമവും സന്തോഷവും തോന്നി. അവൻ അവളെ കെട്ടിപ്പിടിച്ചു. നീ പോകുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്, അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞുകിടന്ന് ആവണി പറഞ്ഞു. ആണോ? ആ വിഷമം മാറ്റാൻ ഒരു സൂത്രമുണ്ട്. എന്ത് സൂത്രം? ആവണി ചോദിച്ചു. ചന്തു ഒരു കള്ളച്ചിരി മുഖത്ത് വരുത്തിക്കൊണ്ട് പറഞ്ഞു. നീ ഇപ്പോൾ എനിക്കൊരു ഉമ്മ തന്നാൽ നിന്റെ വിഷമമെല്ലാം മാറും, അതാണ് സൂത്രം. അയ്യടാ, അങ്ങനെ ഇപ്പോൾ സൂയിക്കണ്ട എന്ന് പറഞ്ഞ് ചന്തുവിനെ തള്ളി മാറ്റി ആവണി അവിടെ നിന്നും ഓടിപ്പോയി. പിറ്റേന്ന് നേരം പുലർന്നു. ചന്തുവും അമ്മയും ആവണിയോടും മുത്തശ്ശിയോടും മുത്തശ്ശനോടും യാത്ര പറഞ്ഞിറങ്ങി. ആവണിയെ പിരിയുന്നതിൽ ചന്തുവിന് വല്ലാത്ത വേദനയുണ്ടായിരുന്നു. അതെല്ലാം ഉള്ളിലൊതുക്കി ശുഭപ്രതീക്ഷയോടെ അവൻ യാത്ര തുടർന്നു. ആവണി ചന്തുവില്ലാതെ കോളേജിൽ പോകാൻ തുടങ്ങി. പോണ്ടിച്ചേരിയിൽ എത്തിയ ശേഷം ചന്തു എന്നും ആവണിയെ ഫോൺ ചെയ്യുമായിരുന്നു. അപ്പോഴെല്ലാം ആവണി തിരികെ വരുന്നതിനെ പറ്റി ചോദിക്കും. അച്ഛനെ കണ്ടെത്തിയാൽ ഉടനെ തിരികെ വരാമെന്ന് അവൻ മറുപടി പറയും. എന്നാൽ പെട്ടെന്ന് കാര്യങ്ങൾ തകിടം മറിയാൻ തുടങ്ങി. ചന്തു അമ്മയും പോയിട്ട് ആഴ്ചകൾ കഴിഞ്ഞു. ഇപ്പോൾ ഫോൺ കോളുകളോ മറ്റ് വിവരങ്ങളോ ഇല്ല. ആവണി പല രീതിയിലും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഒരു വിവരവുമില്ല. പക്ഷേ അവൻ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച് അവൾ കാത്തിരുന്നു. മാസങ്ങൾ കടന്നുപോയി. ആവണി ഇപ്പോൾ മരവിച്ച അവസ്ഥയിലാണ്. എന്നിട്ടും പ്രതീക്ഷ കൈവിടാതെ അവൾ കാത്തിരുന്നു. അവളുടെ ചന്തു തിരിച്ചു വരുന്നതും സ്വപ്നം കണ്ട്. പിന്നെയും മാസങ്ങൾ കടന്നുപോയി. ഉടനെ തിരിച്ചെത്തുമെന്ന് പറഞ്ഞ് ചന്തു പോയിട്ടിപ്പോൾ 2 വർഷമായി. ആവണിക്ക് ചുറ്റും നിന്നവർ ഇനി ഒരിക്കലും അവൻ തിരിച്ചു വരില്ല എന്ന് തീർത്തു പറഞ്ഞിട്ടും ആവണി നേരിയ പ്രതീക്ഷ മനസ്സിൽ സൂക്ഷിച്ചു. അവളുടെ കോളേജ് പഠനം അവസാനിക്കാൻ പോവുകയാണ്. ഫൈനൽ എക്സാം തുടങ്ങി. ലാസ്റ്റ് പരീക്ഷാ ദിവസം പരീക്ഷ എഴുതിക്കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി പാതി വഴിയിലെത്തിയ അവളെ തേടി ആ ദുഃഖ വാർത്ത എത്തി. പറമ്പിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ മുത്തശ്ശൻ കുഴഞ്ഞു വീണു മരിച്ചു. വീട്ടിലെത്തി മുത്തശ്ശൻ്റെ ചേതനയറ്റ ശരീരത്തിനു മുന്നിൽ മുത്തശ്ശിയെയും കെട്ടിപ്പിടിച്ച് ആവണി ഒരുപാട് കരഞ്ഞു. മുത്തശ്ശൻ്റെ വേർപാടിൽ ദുഃഖിച്ചതിനേക്കാൾ അവൾക്ക് കൂടുതൽ സങ്കടമായത് മുത്തശ്ശൻ്റെ മരണവാർത്ത അറിഞ്ഞെങ്കിലും ചന്തു ഓടിയെത്തും എന്ന പ്രതീക്ഷയ്ക്ക് ഫലം കാണാതെ പോയതാണ്. ആ സംഭവത്തോടുകൂടി അവളുടെ പ്രതീക്ഷകളെല്ലാം നശിച്ചു. ഇനി ഒരിക്കലും ചന്തു തന്നെ തേടി വരില്ല എന്ന് അവൾ ഉറപ്പിച്ചു. ആവണി മനസ്സിനെ കല്ലാക്കി പതിയെ ചന്തുവിനെ മറക്കാൻ തീരുമാനിച്ചു. മുത്തശ്ശൻ്റെ മരണശേഷം മാനസികമായി തളർന്ന മുത്തശ്ശിക്ക് ജോലിയൊന്നും ചെയ്യാൻ വയ്യാണ്ടായി. വീട്ടിലെ ചിലവുകൾക്ക് പോലും അവർ ഒരുപാട് ബുദ്ധിമുട്ടി. ആവണി ഒരുപാട് ജോലികൾക്ക് അപ്ലൈ ചെയ്തെങ്കിലും പെട്ടെന്നൊന്നും തരപ്പെട്ടില്ല. തൽക്കാലത്തേക്ക് പിള്ളേർക്ക് ട്യൂഷൻ എടുത്തും വീട്ടിലെ വളർത്തുമൃഗങ്ങളെ പരിപാലിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ടും അവൾ മുത്തശ്ശിയെ നോക്കി ജീവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ചെന്നൈയിൽ ഒരു IT കമ്പനിയിൽ ആവണിക്ക് ജോലി കിട്ടിയെന്ന് അറിയിച്ചുകൊണ്ട് ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു. ആ ജോലിക്ക് പോകാമെന്ന് അവൾ തീരുമാനിച്ചു. വീട് പൂട്ടി മുത്തശ്ശിയും കൂട്ടി അവൾ ചെന്നൈയിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തി ഒരു ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് പിറ്റേ ദിവസം മുതൽ അവൾ ജോലിക്ക് പോയി തുടങ്ങി. ഓഫീസിലെ ആദ്യത്തെ ദിവസം അവൾക്ക് വളരെ പ്രയാസകരമായിരുന്നു. പുതിയ നഗരം, പുതിയ ആളുകൾ എല്ലാം പൊരുത്തപ്പെട്ടു വരുന്നതേ ഉള്ളൂ. അങ്ങനെ അന്നത്തെ ജോലി കഴിഞ്ഞ് വൈകുന്നേരം ആവണി ഫ്ലാറ്റിലേക്ക് തിരിച്ചെത്തി. മുത്തശ്ശി ഹാളിലിരുന്ന് പുസ്തകം വായിക്കുകയായിരുന്നു. മുത്തശ്ശി, ഞാൻ എടുത്തു വെച്ച ഭക്ഷണവും ടാബ്ലറ്റും ഒക്കെ കഴിച്ചോ അതോ കളഞ്ഞോ? കയറി വന്ന പാടെ ആവണി ചോദിച്ചു. പുസ്തകം ടേബിളിൻ്റെ മുകളിലേക്ക് വെച്ച് കണ്ണട ഊരി മാറ്റിയ ശേഷം മുത്തശ്ശി ആവണിയെ നോക്കി. നീ ഇന്ന് എവിടെയെങ്കിലും വെച്ച് ചന്തുവിനെ കണ്ടോ? മുത്തശ്ശി ചോദിച്ചു. അത് കേട്ട് ആവണി ഒരു ദീർഘശ്വാസം എടുത്തുവിട്ടു. മുത്തശ്ശിക്ക് വേറൊന്നും ചോദിക്കാനില്ലേ? അവനെ കാണാനാണോ ഞാൻ ഇങ്ങോട്ട് വന്നത്? ഇനിയിപ്പോൾ അവനെ കണ്ടാലും കണ്ടില്ലേലും ഒക്കെ ഒരേപോലെയാ. ഒരു നോക്ക് കാണാനൊക്കെ ആഗ്രഹിച്ചിരുന്ന സമയമുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം ഒരു മരവിപ്പാ. എനിക്കിപ്പോൾ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, അബദ്ധത്തിൽ പോലും ഒരിടത്തും വെച്ച് അവനെ കാണേണ്ടി വരല്ലേ എന്ന് ആവണി പറഞ്ഞു. മോളെ, നീ ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും ഈ ജന്മം നിനക്ക് ചന്തുവിനെ മറക്കാനോ വേറൊരു വിവാഹം കഴിക്കാനോ പറ്റില്ലെന്ന് മുത്തശ്ശിക്കറിയാം. എത്ര നാളാ മോളെ നീ ഇങ്ങനെ ഒറ്റയ്ക്ക്? നാളെ ഞാൻ ഇല്ലാണ്ടായാലോ? നിന്നെ തനിച്ചാക്കിയിട്ട് സമാധാനത്തോടെ കണ്ണടയ്ക്കാൻ എനിക്ക് പറ്റൂ? മുത്തശ്ശി സങ്കടത്തോടെ ചോദിച്ചു. മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടില്ലേ, ആരും ഇല്ലാത്തവർക്ക് കൂട്ടിന് ദൈവം കാണുമെന്ന്? പിന്നെ ഇപ്പോൾ ഉടനെ മുത്തശ്ശി മരണത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട. അങ്ങനെ ഇപ്പോൾ എന്നെ തനിച്ചാക്കി പോകാൻ ഞാൻ സമ്മതിക്കില്ല.
മുത്തശ്ശി കൂടുതലൊന്നും ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കാതെ പോയി ഉറങ്ങാൻ നോക്ക്, എനിക്ക് കുറച്ച് ജോലിയുണ്ട് എന്ന് പറഞ്ഞ് ആവണി റൂമിലേക്ക് പോയി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ആവണി അവളുടെ ജോലിയും ആ നഗരവുമായി നല്ലതുപോലെ പൊരുത്തപ്പെട്ടു. ഒരു വർക്കിംഗ് ഡേ ദിവസം പതിവ് പോലെ കിച്ചണിലെ ജോലിയെല്ലാം തീർത്ത് മുത്തശ്ശിക്ക് ഭക്ഷണവും ടാബ്ലറ്റും എടുത്തു വെച്ച ശേഷം മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് അവൾ ജോലിക്ക് പോകാൻ ഫ്ലാറ്റിൽ നിന്നിറങ്ങി. അവൾ കുറച്ച് ലേറ്റായി. വെപ്രാളത്തിൽ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്നതിനിടയിൽ എന്തെങ്കിലും എടുക്കാൻ മറന്നോ എന്ന ചിന്തയിൽ ആവണി ഹാൻഡ് ബാഗ് തുറന്നു നോക്കി. ഭാഗ്യത്തിന് ഒന്നും മറന്നിട്ടില്ല. ആവശ്യമുള്ളതെല്ലാം എടുത്തിട്ടുണ്ട് എന്ന ആശ്വാസത്തിൽ അവൾ വേഗം മുന്നോട്ട് നടന്നു. അപ്പോൾ ദൂരെ മാറി ആൾക്കൂട്ടത്തിനിടയിൽ ഒരു പരിചയമുള്ള മുഖം മിന്നായം പോലെ ആവണി കണ്ടു. അവൾ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. ആ കാഴ്ച വെറും തോന്നലാവണേ എന്ന് അവൾ മനസ്സിൽ പ്രാർത്ഥിച്ചു. പക്ഷേ അതൊരു തോന്നൽ മാത്രമായിരുന്നില്ല എന്ന് അടുത്ത നിമിഷം അവൾ തിരിച്ചറിഞ്ഞു. വർഷങ്ങളോളം അവൾ കാണാൻ കാത്തിരുന്ന മുഖം വളരെ വ്യക്തമായി അവൾ കണ്ടു. വർഷങ്ങൾക്ക് ശേഷം ആവണിയെ കാണാൻ അവളെ തേടി ചന്തു എത്തിയിരിക്കുന്നു. അവൻ്റെ ആ നോട്ടം സെക്കൻഡുകൾ കൊണ്ട് ആവണിയുടെ മുന്നിലൂടെ പഴയ ഓർമ്മകൾ മിന്നിമറഞ്ഞു. പെട്ടെന്ന് ആവണി അവളുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും കൺട്രോൾ തിരികെ പിടിച്ചു. സകല ധൈര്യവും സംഭരിച്ച് ഒരു ഭാവവ്യത്യാസവും മുഖത്തു വരുത്താതെ, ഒരു പരിചയഭാവം പോലും കാട്ടാതെ ചന്തുവിന് മുന്നിലൂടെ അവനെ മറികടന്ന് ആവണി നടന്നു നീങ്ങി. അവളുടെ പെരുമാറ്റത്തിൽ ചന്തുവിന് അത്ഭുതമൊന്നും തോന്നിയില്ല. അവനത് പ്രതീക്ഷിച്ചത് തന്നെ. പക്ഷേ ഇപ്പോൾ അവളുടെ പിന്നാലെ പോയി ശല്യം ചെയ്യണ്ട എന്ന് അവൻ തീരുമാനിച്ചു. അതുകൊണ്ട് അവൾ പോകുന്നത് ഒരു അപരിചിതനെ പോലെ അവൻ നോക്കി നിന്നു. ഓഫീസിലെത്തി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സ് ആകെ കലങ്ങിമറിഞ്ഞ അവസ്ഥയിലായിരുന്നു. അവൾക്ക് ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വന്നപ്പോൾ മുതൽ ആവണി അസ്വസ്ഥയാണെന്ന് തൊട്ടടുത്തിരുന്ന് വർക്ക് ചെയ്യുന്ന ആവണിയുടെ പുതിയ ഫ്രണ്ട് കൂടിയായ ഏഞ്ചൽ ശ്രദ്ധിച്ചു. ആവണി, തനിക്ക് എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏഞ്ചൽ ചോദിച്ചു. എനിക്കെന്തോ ഒരു വല്ലായ്മ, അവൾ പറഞ്ഞു. എടോ, തനിക്ക് വയ്യെങ്കിൽ മാനേജറോട് ഹാഫ് ഡേ ലീവ് ചോദിക്ക്, എന്നിട്ട് ഫ്ലാറ്റിൽ പോയി റെസ്റ്റ് എടുക്ക്, ഏഞ്ചൽ പറഞ്ഞു. ആവണിക്കും അതാണ് നല്ലതെന്ന് തോന്നി. അവൾ മാനേജറോട് ലീവ് ചോദിച്ചു വാങ്ങി അവിടെ നിന്നും ഇറങ്ങി. ആവണി തിരികെ അവളുടെ ഫ്ലാറ്റിലെത്തി ഡോർ തുറന്നതും മുത്തശ്ശിയോടൊപ്പം ചന്തുവും ഹാളിൽ ഇരിപ്പുണ്ടായിരുന്നു. അവനെ അവിടെ കണ്ടപ്പോൾ ആവണിക്ക് ദേഷ്യം സഹിക്കാനായില്ല. നീ എന്താ ഇവിടെ? ആരോട് ചോദിച്ചിട്ട് അകത്ത് കയറിയത്? ഇറങ്ങിപ്പോകാൻ നോക്ക്, ആവണി ബഹളം വയ്ക്കാൻ തുടങ്ങി. മോളെ, ഇത് നമ്മുടെ ചന്തു അല്ലേ? നീ എന്താ അവനോട് ഇങ്ങനെ പെരുമാറുന്നത്? മുത്തശ്ശി ചോദിച്ചു. മുത്തശ്ശി മിണ്ടരുത്. ഇവന് വേണ്ടി ഡോർ തുറന്നു കൊടുക്കാനും അകത്ത് വിളിച്ചു കയറ്റി സൽക്കരിക്കാനും മുത്തശ്ശിയോട് ആര് പറഞ്ഞു? ആവണി മുത്തശ്ശിക്ക് നേരെ തിരിഞ്ഞു. നീ വെറുതെ മുത്തശ്ശിയോട് ചാടിക്കടിക്കണ്ട, ഞാൻ പൊയ്ക്കോളാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, നീ അത് കേൾക്കണം, ചന്തു പറഞ്ഞു. എനിക്കൊന്നും കേൾക്കണ്ട, നീ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം, ആവണി വാശി പിടിച്ചു. ആവണി പ്ലീസ്, നിന്നെ കണ്ട് നടന്ന എല്ലാ കാര്യങ്ങളും നിന്നോട് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? നിന്റെ ന്യായീകരണങ്ങളും മാപ്പുപറച്ചിലും ഒക്കെ കേൾക്കാൻ കാത്തിരുന്ന സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സ് വെറും കല്ലാണ്. നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എൻ്റെ മനസ്സലിയില്ല, ആവണി തീർത്തു പറഞ്ഞു. മോളെ ആവണി, അവൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. അവൻ എന്തുകൊണ്ടാണ് ഇത്രയും നാളും നിന്നെ തേടി വരാഞ്ഞതെന്ന് അറിയാനുള്ള അവകാശം നിനക്കുണ്ട്. കാരണം അവന് വേണ്ടി കാത്തിരുന്നവളാണ് നീ. അവന് പറയാനുള്ളത് കേൾക്കാനും നീ ബാധ്യസ്ഥയാണ്. അത് കേട്ടുകഴിഞ്ഞ് ഒരു തീരുമാനമെടുക്കേണ്ടത് നിന്റെ മാത്രം ഉത്തരവാദിത്തം. അതിനെ ആരും ചോദ്യം ചെയ്യില്ല, മുത്തശ്ശി അവളെ പറഞ്ഞു മനസ്സിലാക്കി. ശരി, നിനക്ക് പറയാനുള്ളത് ഞാൻ കേൾക്കാം. പക്ഷേ വേറൊന്നും നീ പ്രതീക്ഷിക്കരുത്. പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നീ ഇവിടെ നിന്ന് പോണം, ആവണി ഡിമാൻഡ് വെച്ചു. ചന്തു അതിന് സമ്മതിച്ചു. ആവണി തോളിൽ കിടന്ന ഹാൻഡ് ബാഗ് എടുത്ത് ടേബിളിൽ വെച്ച് ഹാളിലെ സോഫയിൽ ചെന്നിരുന്നു. പിന്നാലെ ചന്തുവും സോഫയിൽ പോയിരുന്ന് നടന്ന കാര്യങ്ങളെല്ലാം വിവരിക്കാൻ തുടങ്ങി. അന്ന് പോണ്ടിച്ചേരിയിലെത്തി ദിവസങ്ങളോളം അമ്മയും കൊണ്ട് അലഞ്ഞിട്ടാണ് അച്ഛൻ പുതുതായി താമസിക്കുന്ന വീട് കണ്ടെത്തിയത്. എന്തോ ബിസിനസ് ചെയ്ത് രക്ഷപ്പെട്ട് അയാൾ ഇപ്പോൾ വലിയ പണക്കാരനാണെന്ന് അവിടുത്തെ ആൾക്കാർ പറഞ്ഞറിഞ്ഞിരുന്നു. അയാളുടെ വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ അമ്മയുടെയും എൻ്റെയും ഫോൺ ഉൾപ്പെടെ പൈസ വെച്ചിരുന്ന ബാഗ് മോഷണം പോയി. എങ്ങനെയൊക്കെയോ ഒരുവിധം അയാളുടെ വീട്ടിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാനും അമ്മയും ശരിക്കും ഞെട്ടിയത്.
നമുക്കൊന്നും സ്വപ്നം കാണാൻ പറ്റാത്ത അത്രയും ഉയരത്തിലായിരുന്നു അയാൾ. പോണ്ടിച്ചേരിയിലെ നമ്പർ 1 ബിസിനസ്സുകാരനും കോടീശ്വരനുമായി മാറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അയാൾ ആ സമയത്ത്. ഞാൻ അയാളെ നേരിട്ട് കണ്ട് എല്ലാം പറഞ്ഞു. ഞാൻ ആരാണെന്നും എൻ്റെ ആവശ്യം എന്താണെന്നും അയാളോട് സംസാരിച്ചു. പക്വതയില്ലാത്ത പ്രായത്തിൽ അയാൾക്ക് സംഭവിച്ചു പോയ തെറ്റാണ് എൻ്റെ അമ്മയെ വിവാഹം കഴിച്ച് ഉപേക്ഷിച്ചതെന്നും അതിനെക്കുറിച്ച് ഓർത്ത് കുറ്റബോധം തോന്നാറുണ്ടായിരുന്നു എന്നും അയാൾ പറഞ്ഞു. അമ്മ മറ്റൊരു വിവാഹം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കുന്നുണ്ടായിരിക്കുമെന്ന് കരുതിയാണ് തേടി വരാതിരുന്നത്. പക്ഷേ ഒരിക്കലും അയാളിൽ അമ്മയ്ക്കൊരു മകൻ ജനിച്ചിട്ടുണ്ട് എന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല. തിരികെ പോണ്ടിച്ചേരിയിലെത്തിയ ശേഷം രണ്ടാമതൊരു വിവാഹം കഴിച്ചെങ്കിലും അതിൽ മക്കളൊന്നും ജനിച്ചില്ല. ഒരുപാട് ചികിത്സകൾ ചെയ്തു, എന്നിട്ടും ഫലം കണ്ടില്ല. ഒരു അച്ഛനാകാൻ കഴിയാതെ തൻ്റെ തലമുറയ്ക്ക് ഒരു പിൻഗാമിയില്ലാതെ പോയതിൻ്റെ ദുഃഖത്തിലായിരുന്ന അയാൾക്ക് പെട്ടെന്നൊരു മകനുണ്ടെന്ന തിരിച്ചറിവ് വളരെ സന്തോഷം നൽകി. അയാൾ എന്നെ ഒരു മകനായി അംഗീകരിച്ചു. അയാളുടെ മകനായി സ്വത്തുക്കളുടെ എല്ലാം അവകാശിയായി ആ വീട്ടിൽ കഴിയാൻ എന്നോട് ആവശ്യപ്പെട്ടു.